നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ന്യൂസ് 18 ഇന്ന് പുറത്തുവിട്ട ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് സ്പോട്ട് ലൈവ് ആദ്യം പരിശോധിക്കുന്നത്. KPCC പ്രസിഡന്റ് K. സുധാകരനെ അപായപ്പെടുത്താൻ കൂടോത്രം. KPCC അധ്യക്ഷന്റെ കണ്ണൂരിലെ വസതിയിൽ നിന്ന് കണ്ടെടുത്തത് നിരവധി അവശിഷ്ടങ്ങളാണ്. പോലീസ് സുരക്ഷയുള്ള വീടിന്റെ കന്നിമൂലയിൽ നിന്നാണ് രൂപവും തകിടുകളും കണ്ടെത്തിയത്. അവശിഷ്ടങ്ങൾ പുറത്തെടുത്തത് അംഗമായ രാജ്മോഹൻ ഉണ്ണിത്താന്റെ സാന്നിധ്യത്തിലാണ്. ശാരീരിക അസ്വസ്ഥതകൾ നേരിട്ടിരുന്നതായും ഉയിര് പോകാതിരുന്നത് ഭാഗ്യമെന്നുമുള്ള KPCC അധ്യക്ഷന്റെ ശബ്ദ സന്ദേശവും പുറത്തു വന്നു. ഇന്ദിരാഭവനിലെ KPCC അധ്യക്ഷന്റെ ഇരിപ്പിടത്തിനിടയിലും പേട്ടയിലെ മുൻ താമസ സ്ഥലത്തും പുറമെ ഡൽഹിയിലെ നർമ്മദ ഫ്ളാറ്റിൽ നിന്നും തകിടുകൾ കണ്ടെടുത്തിരുന്നു. K. സുധാകരന്റെ കണ്ണൂരിലെ വസതിയിൽ നിന്നുള്ള നിർണായക വീഡിയോ ദൃശ്യങ്ങളും ശബ്ദ സംഭാഷണവുമാണ് ന്യൂസ് 18 പുറത്തുവിടുന്നത്. കാലിന് വെള്ളം കുറയോ അങ്ങനെയൊക്കെയായിരുന്നു. രണ്ട് കാല് വീടിന്റെ ഏകദേശം ഷേപ്പെല്ലാം വീടിന്റെ ശരിക്കും അത് നമുക്ക് അകത്ത് നടത്തലൊക്കെ നമുക്ക് അകത്തുള്ള പേപ്പർ വെച്ചിട്ട് അതെല്ലാം നമ്മൾ അടുക്കി വെച്ചിട്ടെടുക്കുക. ഇവിടെ വീഡിയോ എടുത്തിട്ട് കുറേയുണ്ട്, ഒന്നൊന്നും അല്ല. പിന്നെ ടെൻഷൻ വരിക, വെപ്രാളം ഉണ്ടാകുക, അതൊക്കെ ഹൃദയത്തിന്റെ കഴുത്തിന്റെ ഇവിടെ ഇത്ര ഭാഗം ഇതിനകത്തേക്ക് സാധനം ഇനിയുണ്ട്. അത് തെയ്യം ആളുടെ കൂടെ രണ്ടാള് ആള് ഒരുപാടുണ്ട് കേട്ടോ, ഒരുപാടുണ്ട്. മാക്സിമം ഒതുക്കാൻ പറ്റുന്നല്ല ഒതുക്കുക, ഒന്നും ബാക്കി വെച്ചിട്ട്. എന്നിട്ട് ഞാനിങ്ങനെ ഞാൻ ഇതിലെടുത്ത് പറഞ്ഞു പുള്ളിക്കൊരു കൂലില്ലെന്ന് നിങ്ങളെ കൊണ്ടാണ് എന്തെങ്കിലും വർണ്ണമായി തീർന്നില്ലേ. അത് നമ്മൾ റിസ്ക് എടുത്തത്. അങ്ങോട്ട് വിളിക്കാം. ക്യാമറയിൽ എടുത്തിട്ടേ സൂചി നോക്കിയത് എഴുത്തുകളൊക്കെ അറിയാൻ പറ്റും. ഒഴിഞ്ഞു പോലെ ഒന്നും പോയില്ല. ഇത് സീരിയസ് ആണ്. തലയ്ക്ക് തലവേദന, തലയ്ക്ക് ഭാരം വരിക, തലയ്ക്ക്. കൂടോത്ര വാർത്തയോട് പ്രതികരിക്കാൻ കോൺഗ്രസ് കേന്ദ്രങ്ങൾ തയ്യാറായിട്ടില്ല. തിരുവനന്തപുരത്തെത്തിയ K. സുധാകരനോട് ഇത് സംബന്ധിച്ച് ചോദിച്ചെങ്കിലും അദ്ദേഹം പ്രതികരിച്ചില്ല. What Rajnath Singh ji told the Lok Sabha? He told 1 crore rupees had been given. This is the discrepancy. You know, actually, these are all distorting things. You have to admit. Okay. Yes, no. What is this? Very bad. Sir, also PM says in the Congress is running Bhrashtacharya, Bachao Andolan. How do you react? Now, വാർത്ത തന്റെ ശ്രദ്ധയിലില്ലെന്നും പിന്നീട് പ്രതികരിക്കാമെന്നുമാണ് പ്രതിപക്ഷ നേതാവ് BD സതീശൻ പ്രതികരിച്ചത്. എനിക്കറിയില്ല.
അറിയാത്ത കാര്യത്തെക്കുറിച്ച് ഞാൻ എങ്ങനെ പറയും? എനിക്ക് അറിയില്ല, നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ അറിയാം. അന്വേഷിക്കാൻ എന്താണ് തന്നെ രാഷ്ട്രീയമായി ഇല്ലാതാക്കാൻ കൂടോത്രം നടന്നുവെന്ന് നേരത്തെ രാജ്മോഹൻ ഉണ്ണിത്താനാണ് ആരോപണം ഉന്നയിച്ചത്. തനിക്ക് കൂടോത്രത്തിൽ വിശ്വാസമുണ്ടെന്നും ഇത് മറികടക്കാൻ താൻ മറ്റു മാർഗങ്ങൾ തേടിയത് കൊണ്ടാണ് തനിക്കിത് ഏൽക്കാത്തതെന്നുമാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ നേരത്തെ ന്യൂസ് 18നോട് പറഞ്ഞത്. താങ്കളൊരു ഈശ്വര വിശ്വാസിയാണ്, കടുത്ത ഈശ്വര വിശ്വാസിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൂടോത്രത്തിൽ വിശ്വാസമുണ്ട്, തീർച്ചയായും അത് ഫലിക്കുമോ? അത് വേറെ കാര്യം. കൂടോത്രത്തിൽ വിശ്വാസമുണ്ടെന്നുള്ള കാര്യം വേണമെങ്കിൽ താങ്കളെ ഞാൻ ബോധ്യപ്പെടുത്തരാം. അവിശ്വാസിയാണെങ്കിൽ ഞാൻ വിശ്വാസിയാണ്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയാം. ഈ കോൺഗ്രസ് നേതാക്കൾ തമ്മിൽ പരസ്പരം വൈരം തീർക്കാൻ കൂടോത്രം ചെയ്യുന്നു എന്നാണ്. അതൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. നിങ്ങൾ എന്നോട് ചോദിച്ച ചോദ്യം എന്താണ്? കൂടോത്രത്തിൽ വിശ്വാസമുണ്ട്. കൂടോത്രം ഫലിക്കുമോ? ദാറ്റ് ഈസ് എൻ്റയർലി ഡിഫറെന്റ് മാറ്റർ. പക്ഷേ കൂടോത്രത്തിൽ വിശ്വാസമുണ്ടെന്ന് കാസർഗോട്ടെ മാധ്യമ പ്രവർത്തകരെ ഞാൻ വിശ്വസിപ്പിച്ചിട്ടുണ്ട്, അവരെയും ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ ചോദിച്ച ചോദ്യം എന്താ? കൂടോത്രത്തിൽ വിശ്വാസമുണ്ടോ? ഉണ്ട്. വിശ്വാസം അത് ഫലിക്കുമോ? അത് രണ്ടാമത്തെ വിഷയം. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് അത്തരം ഒരുപാട് ഹീനമായ പ്രവർത്തികൾ എൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലും എൻ്റെ വീട്ടിലും ചെയ്തിട്ടുണ്ട്. അത് ഫലിച്ചോ ഇല്ലയോ എന്നുള്ളത്, ഫലിച്ചെങ്കിൽ ഞാൻ 1 ലക്ഷത്തിന് ജയിക്കില്ലല്ലോ. പക്ഷേ ഇത്തരം ഹീനമായ പ്രവർത്തികൾ കണ്ടുപിടിച്ച് നശിപ്പിക്കുന്ന ആളുകളും ഉണ്ട് ഇവിടെ. സൽപ്രവൃത്തി ചെയ്യുന്ന ആളുകളുണ്ട്, മനസ്സിലായോ? അതുകൊണ്ട് എന്നെ നശിപ്പിക്കാൻ ശ്രമിച്ച ഒരു കൂടോത്രവും ഭരിച്ചിട്ടില്ല. കൂടോത്രം ചെയ്തവന്റെ കാശ് പോയെന്നല്ലാതെ ഒരു പ്രയോജനം കിട്ടിയിട്ടില്ല. കാരണം അപ്പോഴപ്പോൾ കണ്ടുപിടിച്ച് ഞാൻ നശിപ്പിച്ചിട്ടുണ്ട്. അത് കാസർഗോട്ടെ മാധ്യമ പ്രവർത്തകർക്ക് ഉത്തമ ബോധ്യം ഞാൻ വരുത്തി കൊടുത്തിട്ടുണ്ട്. മനസ്സിലായോ? അതുകൊണ്ടാണ് ഞാൻ ചോദിച്ച കൂടോത്രത്തിൽ വിശ്വാസമുണ്ട്. ഉണ്ട്. വിശ്വാസമുള്ള ഒരു 10-15 ഉന്നത നേതാക്കന്മാരുടെ പേര് ഞാൻ പറഞ്ഞുതരാം, പക്ഷെ ഇപ്പൊ പറയുന്നില്ല. സുധാകരന്റെ വീട്ടിൽ കൂടോത്രം വെച്ചത് കോൺഗ്രസുകാർ തന്നെയെന്നാണ് CPM-ന്റെ ആരോപണം. അതൊരു രാഷ്ട്രീയ കൂടോത്രമാണോ എന്ന ചർച്ചയ്ക്ക് പ്രസക്തി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ഒരുപാട് പേർ KPCC പ്രസിഡന്റിനെതിരായ ഗ്രൂപ്പിന്റെ അകത്തിപ്പോൾ വന്നിട്ടുണ്ട്. ഇപ്പൊ കോൺഗ്രസിനകത്ത് അതിശക്തമായ ഗ്രൂപ്പ് തർക്കമാണ്. അദ്ദേഹത്തിന് ഒരാപത്തും ഉണ്ടാകണമെന്ന് ഞങ്ങൾ ആരും ആഗ്രഹിക്കുന്നില്ല. കാരണം എല്ലാ പ്രശ്നങ്ങളെയും രാഷ്ട്രീയമായി കാണുന്ന ഇടതുപക്ഷത്തിന് ഒരു വ്യക്തിയെ നശിക്കണമെന്നോ നശിപ്പിക്കണമെന്നോ ഉള്ള ഉദ്ദേശമില്ല. അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രയാസങ്ങളും സംഘടനക്കകത്തുള്ള വിവാദങ്ങളും പരിഹരിക്കാൻ കഴിയട്ടെ എന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ ഞങ്ങളെപ്പോലുള്ളവർക്ക് ആശിക്കാൻ കഴിയൂ. വിശദാംശങ്ങളുമായി വാർത്ത പുറത്തു കൊണ്ടുവന്ന ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, രാഷ്ട്രീയ കേരളത്തിലേറെ കോളിളക്കം സൃഷ്ടിക്കുന്ന ഒരു വാർത്തയാണ്. അതും KPCC അധ്യക്ഷന്റെ കണ്ണൂർ MP-യുടെ വീട്ടിൽ നിന്നും കൂടോത്രം കണ്ടെടുത്ത ദൃശ്യങ്ങളടക്കമാണ് നമ്മളിന്ന് പുറത്തുവിട്ടത്. സ്പോട്ട് ലൈവ് പരിശോധിക്കുന്ന വിഷയം ഇതാണ്: ആരാണ് ഈ കൂടോത്രത്തിന് പിന്നിലെന്ന്? അങ്ങനെ എന്തെങ്കിലും സൂചനകളുണ്ടോ? KPCC അധ്യക്ഷനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇവിടെ നിന്നും ഈ അധ്യക്ഷനും KPCC അധ്യക്ഷൻ K സുധാകരനും ഈ മന്ത്രവാദിയും തമ്മിലുള്ള സംഭാഷണത്തിൽ ഈ ഇവിടെ നിന്ന് കണ്ടെടുക്കുന്ന ഓരോ വസ്തുക്കളെക്കുറിച്ചും പറയുന്നുണ്ട്. കാല്, അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് തൻ്റെ കാലിന് ഇത് സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളുണ്ട്, ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ കൂടോത്രം ഫലിച്ചോ ഇല്ലയോ എന്നുള്ള കാര്യമല്ല പരിശോധിക്കുക, പക്ഷെ ആരാണ് ഈ കൂടോത്രം ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചത്? നിരവധി ശത്രുക്കളുണ്ട്, പുറത്തുണ്ട്, പ്രത്യേകിച്ചും കണ്ണൂരാണ്. CPM-നെ സംബന്ധിച്ച് CPM-ന്റെ മുഖ്യ രാഷ്ട്രീയ എതിരാളിയാണ് K സുധാകരൻ. പക്ഷെ കോൺഗ്രസിനകത്ത് ഇതിനു മുൻപ് ഈ കൂടോത്ര ആരോപണങ്ങളും വിവാദങ്ങളും ഒക്കെ ഉയർന്നു വന്നതാണ്. നേരത്തെ രാജ്മോഹൻ ഉണ്ണിത്താൻ ഡാന് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തത്. ആരാണ് ഇതിന് പിന്നിലെന്ന് എന്തെങ്കിലും സൂചനയുണ്ടോ? ഈ KPCC അധ്യക്ഷൻ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ പാർട്ടി തലത്തിലോ മറ്റോ ഇക്കാര്യങ്ങൾ ഉന്നയിച്ചിരുന്നോ ഈ വിഷയത്തെക്കുറിച്ച്? ഏറ്റവും പരസ്യ പ്രതികരണങ്ങളുമായി നേതാക്കന്മാരാരും തന്നെ ഇതുവരെ രംഗത്തെത്തിയിട്ടില്ല. ആകെയുള്ളത് രാജ്മോഹൻ ഉണ്ണിത്താൻ കഴിഞ്ഞ ദിവസം നമുക്ക് നൽകിയ അഭിമുഖത്തിൽ ഈ വാർത്ത നൽകുന്നതിലേക്ക് വെളിച്ചം വീശുന്ന തരത്തിൽ അദ്ദേഹം നൽകിയ ചില സൂചനകളാണ്. അതായത് കോൺഗ്രസിൽ തന്നെ ഉന്നതരായ പല നേതാക്കളെയും, ഏതാണ്ട് 15ഓളം നേതാക്കൾക്കെതിരെ ഇത്തരത്തിലുള്ള ഈ കൂടോത്രം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ നൽകിയ ചില സൂചനകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ലഭ്യമായ വിവരങ്ങൾ വെച്ച് പിന്നീട് നടത്തിയ അന്വേഷണമാണ് ഏറ്റവും ഒടുവിൽ ഈ ദൃശ്യങ്ങൾ വീണ്ടെടുക്കുന്ന തരത്തിലേക്ക് നമ്മളെയും എത്തിച്ചത്. എന്തായാലും KPCC അധ്യക്ഷനെതിരായി ഇങ്ങനെയൊരു നീക്കം നടത്തിയതിന് പിന്നിൽ മറ്റൊരു പ്രമുഖ നേതാവാണ് എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് നമുക്ക് ഈ വിവരങ്ങൾ ലഭ്യമാക്കിയ വ്യക്തി പറയുന്നത്. പക്ഷേ അത് സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള തെളിവുകൾ പുറത്തു വരാതെ ആ വാർത്ത
നമുക്ക് പുറത്തുവിടാൻ കഴിയില്ല. സ്വാഭാവികമായി കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ സജീവമായ ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു. KPCC അധ്യക്ഷനെതിരെ അങ്ങനെ ഒരു നീക്കം നടത്തിയത് ആരാണ് എന്ന കാര്യം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിൻ്റെ കണ്ണൂർ നടാലിലുള്ള ഔദ്യോഗിക വസതിയുടെ കന്നിമൂലയിൽ മാത്രമല്ല, അദ്ദേഹം പേട്ടയിൽ താമസിച്ചിരുന്ന വീടിൻ്റെ അടുക്കളയിലും അതോടൊപ്പം തന്നെ KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ KPCC അധ്യക്ഷൻ ഇരിക്കുന്ന കസേരയ്ക്ക് അടുത്തുള്ള മേശയ്ക്കടിയിൽ നിന്നും അത് കണ്ടെടുത്തു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി മറ്റ് പാർട്ടിയിലുള്ള ഒരാൾക്ക് കോൺഗ്രസ് പാർട്ടിയുടെ ഓഫീസിനുള്ളിൽ കയറി അങ്ങനെ ഏതെങ്കിലും കൂടോത്രം ചെയ്യാനോ തകിട് നിക്ഷേപിക്കാനോ ഒന്നും കഴിയത്തില്ല. സ്വാഭാവികമായി പാർട്ടിയുമായി ബന്ധമുള്ള ആരോ ആണ് ഇതിന് പിന്നിലുള്ളത് എന്ന സംശയം ബലപ്പെടുന്നതിൻ്റെ കാരണവും അതാണ്. ഇനി അത് ആരാണ് എന്ന ഏറ്റവും ആകാംക്ഷ ഉണർത്തുന്ന ചോദ്യം തന്നെയാണ് ഉയരുന്നത്. അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ വൈകാതെ പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ സ്വാഭാവികമായി അത് കോൺഗ്രസിനുള്ളിൽ ഉണ്ടാക്കാൻ പോകുന്ന കോളിളക്കം ചെറുതായിരിക്കില്ല. അത്തരത്തിലുള്ള വിവരങ്ങൾ തന്നെയാണ് നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. അതായത് അദ്ദേഹം KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുന്ന സമയം മുതൽ തന്നെ ആരോഗ്യ കാരണങ്ങൾ അദ്ദേഹത്തെ വലിയ തരത്തിൽ അസ്വസ്ഥനാക്കിയിരുന്നു. അതോടൊപ്പം അദ്ദേഹം നടത്തുന്ന പ്രസ്താവനകൾ വലിയ തരത്തിൽ വിവാദങ്ങൾക്ക് വഴിവെക്കുന്ന രാഷ്ട്രീയ സാഹചര്യമൊക്കെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്താണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നമെന്ന് അറിയുന്നതിന് വേണ്ടി വിദഗ്ധ പരിശോധനകൾ നടക്കുന്നത് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ. പക്ഷേ ആ പരിശോധനകളിലൊന്നും അദ്ദേഹത്തിന് സംഭവിച്ചത് എന്താണ്, അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നം എന്താണ് എന്ന് കൃത്യമായി കണ്ടെത്താൻ കഴിയുന്നില്ല. ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം വലിയ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് അദ്ദേഹത്തെ വിദഗ്ധമായ പരിശോധനകൾക്ക് വിധേയമാക്കി. പക്ഷേ അപ്പോഴൊന്നും അസ്വാഭാവികതകൾ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതിന് പിന്നാലെയാണ് ചില അദ്ദേഹത്തിൻ്റെ ആത്മമിത്രങ്ങൾ നൽകിയ സൂചനയുടെ അടിസ്ഥാനത്തിൽ അങ്ങനെ എന്തെങ്കിലും ഒരു അസ്വാഭാവികത അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ടോ എന്ന് പരിശോധിക്കാമെന്ന് പറയുന്നത്. അങ്ങനെയാണ് ഒരു ആചാര്യൻ ഇങ്ങനെയൊരു പരിശോധനയുടെ ഭാഗമായി നടാലിലുള്ള പോലീസ് സുരക്ഷയുള്ള ഈ വീട്ടിലേക്ക് എത്തുന്നത്. അവിടെ വീടിൻ്റെ കന്നിമൂലയിൽ ഒരു അസ്വാഭാവികതയുണ്ട് എന്ന് പറഞ്ഞ് ആ കന്നിമൂലയിൽ നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ നമ്മൾ പ്രേക്ഷകരിലേക്ക് ഏതാനും മണിക്കൂറുകളായി എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ ഈ തെയ്യത്തിൻ്റെ കോലം, അതോടൊപ്പം തന്നെ തകിടുകൾ അടക്കമുള്ള ഈ മന്ത്രങ്ങൾ ജപിച്ച ഈ തകിടിൽ അദ്ദേഹത്തിന് വിഘ്നം സംഭവിക്കണം എന്നെഴുതിയ കുറിപ്പുകൾ അടക്കം പുറത്തെടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതിന് പിന്നാലെ വീണ്ടും അദ്ദേഹം ഈ ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ ഈ ആചാര്യൻ വീണ്ടും അവിടെ എത്തുന്നു. അപ്പോഴാണ് പേട്ടയിലെ വീട്ടിൽ എത്തണമെന്ന് പറയുന്നു. അങ്ങനെ പേട്ടയിലെ വീട്ടിൽ പരിശോധന നടത്തുമ്പോൾ അടുക്കള ഭാഗത്ത് നിന്ന് സമാനമായ തരത്തിൽ തകിട് കണ്ടെത്തുന്നു. പിന്നീട് KPCC ഓഫീസിലും സമാനമായ സാഹചര്യം. അതിന് പിന്നാലെയാണ് ഡൽഹിയിൽ സുധാകരൻ്റെ നർമ്മദ ഫ്ലാറ്റ് സമുച്ചയത്തിൽ നിന്നും അതിൻ്റെ ഇരിപ്പിടത്തിനടിയിൽ നിന്നും സമാനമായ തരത്തിൽ തകിട് കണ്ടെത്തുന്നത്. എന്തായാലും ഈ ആചാര്യൻ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് മുഴുവൻ വീണ്ടെടുത്ത് മറ്റേതോ സ്ഥലത്ത് പോയി നശിപ്പിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വിശ്വാസം അനുസരിച്ച് അതിനുശേഷം മറ്റ് പ്രശ്നങ്ങളൊന്നും നേരിടേണ്ടി വന്നിട്ടില്ല എന്ന സാഹചര്യമാണുള്ളത്. മാത്രവുമല്ല, കണ്ണൂരിൽ അദ്ദേഹത്തിന് വലിയ രാഷ്ട്രീയ വിജയം ഉണ്ടാകുകയും ചെയ്യുന്നു. KPCC അധ്യക്ഷ ഒരു പരിധിവരെ അതൊരു വസ്തുതയല്ലേ? കാരണം നമുക്കറിയാം KPCC അധ്യക്ഷനായി സുധാകരൻ ചുമതലയേറ്റത് മുതൽ അന്ന് CPM-ഉം പ്രത്യേകിച്ചും മുഖ്യമന്ത്രി പിണറായി വിജയനുമായി നേർക്കുന്ന ഏറ്റുമുട്ടൽ, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേരിടാൻ കണ്ണൂരിലെ കരുത്തനായിട്ടുള്ള സുധാകരൻ വരുമ്പോൾ കോൺഗ്രസ് വലിയ മാറ്റങ്ങൾ ഉണ്ടാകും, കോൺഗ്രസ് തിരിച്ച് അധികാരത്തിലേക്ക് വരുമെന്നൊക്കെ രീതിയിൽ വലിയ ഒരു ആത്മവിശ്വാസത്തിലേക്ക് പാർട്ടി മാറിയെങ്കിൽ, പക്ഷേ പിന്നീട് നമ്മൾ കണ്ടതാണ് നിരവധി വിവാദത്തിൽ കുടുങ്ങുന്ന സുധാകരനെ. അതായത് മോൻസൺ മാവുങ്കൽ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് അറസ്റ്റ് വരെ അറസ്റ്റിലാകുന്ന സാഹചര്യം പോലും ഉണ്ടായി. ഞാൻ സൂചിപ്പിച്ചതുപോലെ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ, അദ്ദേഹം പാർട്ടി അധ്യക്ഷ സ്ഥാനത്ത് കൃത്യമായി ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാത്ത വിധത്തിൽ വലിയ രീതിയിൽ സമ്മർദ്ദത്തിലാകുന്ന സാഹചര്യങ്ങൾ, പാർട്ടിക്കകത്ത് അദ്ദേഹത്തിനെതിരെ പടയൊരുക്കങ്ങൾ, അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ. ഒരുപക്ഷെ ഇവിടെ അദ്ദേഹത്തിൻ്റെ KPCC അധ്യക്ഷ പദവി തന്നെ ലക്ഷ്യമിട്ടുകൊണ്ട് അതല്ലെങ്കിൽ അദ്ദേഹത്തെ ആ പദവിയിൽ നിന്ന് തെറിപ്പിക്കാനുള്ള നീക്കങ്ങളായിരിക്കില്ലേ ഈ കൂടോത്രം വെച്ചവരുടെ പിന്നിൽ? അവരുടെ ഉദ്ദേശം അത് തന്നെ ആയിരിക്കില്ലേ? അങ്ങനെയെങ്കിൽ അതാരാണ് വെച്ചത് എന്നത് സംബന്ധിച്ച് ഒരു അന്വേഷണം പാർട്ടി സമിതി തന്നെ നടത്തേണ്ടതല്ലേ? എന്തുകൊണ്ടാണ് സുധാകരൻ ഇതുവരെയും ഈ വിഷയം പാർട്ടി തലത്തിൽ പോലും ഉന്നയിക്കാത്തത്? സ്വാഭാവികമായി അദ്ദേഹം അധ്യക്ഷനായിട്ടിരിക്കുമ്പോൾ ഇങ്ങനെയൊരു കാര്യം അദ്ദേഹം തന്നെ പാർട്ടി ഫോറത്തിൽ ചർച്ചയാക്കിയാൽ അത് പാർട്ടിക്കുള്ളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പൊട്ടിത്തെറി മുന്നിൽ കണ്ടുകൊണ്ട് അദ്ദേഹം അതിൽ നിന്ന് പിന്മാറാനുള്ള സാധ്യത തന്നെയാണ് ഉള്ളത്. പക്ഷേ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായി, അത് വലിയ തരത്തിൽ വിവാദമാകുന്ന ഒരു സാഹചര്യമായി മാറിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ പാർട്ടിക്ക് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ ആവില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, KPCC അധ്യക്ഷനായിരുന്ന സുധാകരനെ
കണ്ണൂർ ലോക്സഭാ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കാനുള്ള നീക്കം സംസ്ഥാനത്തെ ചില മുതിർന്ന നേതാക്കളുടെ കൂടി സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ഹൈക്കമാൻഡിന് എടുക്കേണ്ടി വന്നത് എന്ന തരത്തിലുള്ള സൂചനകളൊക്കെ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. കണ്ണൂരിൽ മത്സരിക്കാൻ താല്പര്യമില്ല, തനിക്ക് KPCC അധ്യക്ഷനായി തുടർന്നാൽ മതിയെന്ന നിലപാടിലായിരുന്നു കെ സുധാകരൻ ഉണ്ടായിരുന്നത്. പക്ഷേ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് തൽക്കാലത്തേക്ക് മാറ്റി ചുമതല മറ്റൊരാൾക്ക് കൈമാറിക്കൊണ്ട് കണ്ണൂരിൽ മത്സരിക്കാനുള്ള നിർദ്ദേശം ഏറ്റവും ഒടുവിലാണ് വരുന്നത്. പക്ഷേ കണ്ണൂരിൽ അദ്ദേഹത്തിന് കനത്ത വെല്ലുവിളി നേരിടുമെന്നും ഒരുപക്ഷെ കെ സുധാകരൻ കണ്ണൂരിൽ പരാജയപ്പെട്ടേക്കാം എന്ന തരത്തിലുള്ള വിലയിരുത്തലുകൾ വരെ കോൺഗ്രസ് ക്യാമ്പുകളിൽ നേതാക്കൾക്കിടയിലുണ്ടായി. പക്ഷേ വളരെ അപ്രതീക്ഷിതമായാണ് അദ്ദേഹം മൃഗീയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചുകൊണ്ട് കണ്ണൂരിൽ നിന്ന് വീണ്ടും ലോക്സഭയിലേക്ക് എത്തുന്ന സാഹചര്യം. അതിന് പിന്നാലെ അദ്ദേഹം ഹൈക്കമാൻഡിന് മുന്നിൽ കടുത്ത സമ്മർദ്ദം ചെലുത്തുന്നു. പിന്നീട് KPCC അധ്യക്ഷ പദത്തിലേക്ക് തിരികെ എത്തുന്ന രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാകുന്നു. സ്വാഭാവികമായി അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായി വിരോധമുള്ള ആരെങ്കിലും ആണോ ഇതിന് പിന്നിൽ എന്ന ചോദ്യം കോൺഗ്രസ് കേന്ദ്രങ്ങളിലൊക്കെ സജീവമായിട്ടുണ്ട്. പരസ്യ പ്രതികരണവുമായി നേതാക്കൾ ആരും തന്നെ ഇതുവരെ രംഗത്തെത്തിയിട്ടില്ല. പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കം വ്യക്തമാക്കിയിരിക്കുന്നത് ഈ കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, പഠിച്ച ശേഷം കൃത്യമായ നിലപാട് വ്യക്തമാക്കാം എന്ന് തന്നെയാണ്. എന്തായാലും കൃത്യമായി പാർട്ടിക്ക് അതിലൊരു നിലപാട് വ്യക്തമാക്കേണ്ടി വരും. അദ്ദേഹം ഇന്ന് മൗനം തുടരുകയായിരുന്നു KPCC അധ്യക്ഷൻ. പക്ഷേ വൈകാതെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് അതുമായി ബന്ധപ്പെട്ട വിശദീകരണം ഉണ്ടായേക്കാം. നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരമനുസരിച്ച് നാളെ രാവിലെ 11 മണിക്ക് രാജ്മോഹൻ ഉണ്ണിത്താൻ MP കാസർഗോഡ് വെച്ച് മാധ്യമങ്ങളെ കാണും എന്ന് അറിയിച്ചിരിക്കുകയാണ്. ഒരുപക്ഷേ കാസർഗോഡ് അദ്ദേഹം മാധ്യമങ്ങളെ കാണുമ്പോൾ അതിൽ പ്രധാനമായി ഉയരുന്ന ചോദ്യമായി ഈ കൂടോത്ര വിവാദം മാറാനുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. ടോം, തീർച്ചയായും ഡാൻ സൂചിപ്പിച്ചു തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത് പ്രതിരോധത്തിലാക്കുന്ന അല്ലെങ്കിൽ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ഒരു വിഷയമാണ്. കെ സുധാകരൻ്റെ പ്രധാന ശത്രു ആരാണെന്ന് ചോദിച്ചാൽ രാഷ്ട്രീയപരമായി CPM ആണെങ്കിൽ പോലും, പ്രത്യേകിച്ചും കണ്ണൂരിൽ CPM-നെ പരസ്യമായി വെല്ലുവിളിക്കുന്ന ഒരു നേതാവാണ് എങ്കിൽ പോലും, പക്ഷേ ഈ ഒരു വിഷയം കോൺഗ്രസിനകത്ത് തന്നെയാണ്, അല്ലെങ്കിൽ കോൺഗ്രസിലെ ഒരു പ്രധാന നേതാവാണ് ഈ കൂടോത്രം വെച്ചതിന് പിന്നിൽ എന്ന് തന്നെയാണ് സംശയിക്കേണ്ടത്. കാരണം അല്ലെങ്കിൽ ഡാൻ സൂചിപ്പിച്ചതുപോലെ കെ സുധാകരൻ്റെ വീട്ടിലെ അതല്ലെങ്കിൽ ഈ KPCC ഓഫീസിലൊക്കെ ഇങ്ങനെ കൂടോത്രം വെക്കണമെങ്കിൽ അത് പുറത്തു നിന്നൊരാൾക്കും അവിടെ എത്തിപ്പെടാൻ ഉള്ള സാഹചര്യങ്ങളില്ല, സാധ്യതകളില്ല. ഈ ഒരു വിഷയത്തെ CPM എങ്ങനെയാണ് കാണുന്നത്? ഇതൊരു രാഷ്ട്രീയ ആയുധമാക്കുന്നുണ്ടോ? സ്വാഭാവികമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം, മിന്നുന്ന വിജയം നേടി വീണ്ടും വലിയ തരത്തിലുള്ളൊരു ആത്മവിശ്വാസം വീണ്ടെടുത്ത കോൺഗ്രസ് പ്രവർത്തകർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ LDF വലിയ പ്രതിരോധത്തിലായിരുന്നു. മുഖ്യമന്ത്രിയുടെ അടക്കം വലിയ വിമർശനങ്ങൾക്ക് വിധേയമാകുന്ന സാഹചര്യം പാർട്ടിക്കകത്തു നിന്ന് തന്നെ മുഖ്യമന്ത്രിക്കെതിരെ ഉൾപ്പെടെ വിമർശനം ഉയരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിനിടയിലാണ് നിയമസഭാ സമ്മേളനം നടക്കുന്നതിനിടയിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള നീക്കങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന രാഷ്ട്രീയ സാഹചര്യം. അപ്പോഴാണ് ഇത്തരമൊരു വിവാദം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീണ് കിട്ടിയ വടികൊണ്ട് പ്രതിപക്ഷത്തെ പ്രഹരിക്കുക എന്ന ഒരു നീക്കം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. സഭയിലടക്കം പ്രതിപക്ഷ നേതാവിനെതിരെ അടക്കം അല്ലെങ്കിൽ പ്രതിപക്ഷത്തിനെതിരെ അടക്കം രാഷ്ട്രീയ ആരോപണമായി സർക്കാർ അല്ലെങ്കിൽ സർക്കാരുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ അതിനെ ഉയർത്തിക്കാണിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ജയരാജൻ്റെ അടക്കം പ്രതികരണത്തിൽ, അതായത് കെ സുധാകരൻ്റെ എതിർ സ്ഥാനാർത്ഥിയായി അവിടെ നിന്ന് മത്സരിച്ച ജയരാജൻ്റെ അടക്കം പ്രതികരണത്തിൽ അക്കാര്യങ്ങൾ വ്യക്തവുമായിരുന്നു. എന്തായാലും കോൺഗ്രസിലെ ഗ്രൂപ്പ് രാഷ്ട്രീയമാണ് ഇത്തരത്തിൽ കൂടോത്രത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് എന്ന തരത്തിലുള്ള വിലയിരുത്തലുകളാണ് പൊതുവെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വ്യക്തമാണ്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറെ കോളിളക്കം, പാർട്ടിയിൽ ഏറെ കോളിളക്കം സൃഷ്ടിക്കാൻ സാധ്യതയുള്ള ഒരു വാർത്തയാണ്. KPCC അധ്യക്ഷൻ്റെ വീട്ടിൽ നിന്നാണ് കൂടോത്രം കണ്ടെത്തിയത്. ഇതിന് പിന്നിൽ പാർട്ടിക്കുള്ളിൽ ഉള്ളവർ തന്നെയാണ്. കെ സുധാകരൻ, പാർട്ടിക്കുള്ളിലെ കെ സുധാകരൻ്റെ എതിരാളികൾ തന്നെയാണ് എന്ന രീതിയിലാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്ന. ആ രീതിയിലുള്ള ആരോപണങ്ങളുണ്ട്. CPM ഇത് രാഷ്ട്രീയമായുധമാക്കുന്നുണ്ട്. കോൺഗ്രസ് നേതൃത്വം ഈ വിഷയത്തെ എങ്ങനെയാണ് കാണുന്നത്? ഇതിനെ പ്രതിരോധിക്കാൻ കോൺഗ്രസിന് കഴിയുമോ? രാഷ്ട്രീയപരമായി വലിയൊരു തിരിച്ചടി, വലിയ നാണക്കേട് തന്നെയാണ് പാർട്ടി നേതൃത്വത്തെ സംബന്ധിച്ച് ഈ വിഷയം. സ്പോട്ട് ലൈവിനെ പരിശോധിക്കുന്നത് ആലപ്പുഴ മാന്നാറിലെ കല എന്ന യുവതിയുടെ കൊലപാതകമാണ്. ദൃശ്യം സിനിമയ്ക്ക് മുൻപ് ദൃശ്യം മോഡലിൽ നടന്ന കൊലപാതകം എന്ന രീതിയിൽ വിലയിരുത്തലുകളുണ്ടായി. എന്നാൽ ദൃശ്യം മോഡൽ കൊലപാതകമല്ല. പക്ഷേ സ്പോട്ട് ലൈവ് പരിശോധിക്കുന്നത് ഈ കൊലപാതകത്തിന് ശേഷം ദൃശ്യം മോഡൽ
തെളിവ് നശിപ്പിക്കൽ ഉണ്ടായോ എന്നാണ്. മാന്നാറിലെ കലയുടെ കൊലപാതകത്തിൽ കൂട്ടുപ്രതികൾ അറിയാതെ ഒന്നാം പ്രതി മൃതദേഹം മാറ്റിയോ എന്ന് പോലീസിന് സംശയമുണ്ട്. മൃതദേഹം എവിടെയാണെന്ന് അറിയാവുന്നയാൾ അനിൽകുമാർ മാത്രമാണ്. മേസ്തിരി പണിക്കാരൻ ആയതുകൊണ്ട് തന്നെ അനിൽകുമാറിന് മൃതദേഹം വിദഗ്ധമായി മറവ് ചെയ്യാൻ സാധിക്കുമെന്നും പോലീസിന്റെ നിരീക്ഷണമുണ്ട്. മറ്റിടങ്ങളിലും പോലീസ് പരിശോധന നടത്തിയേക്കും. അതേസമയം മാന്നാറിൽ കൊല്ലപ്പെട്ട കലയുടെ മുൻ ആൺസുഹൃത്തിന്റെ മൊഴി ന്യൂസ് 18 ലഭിച്ചു. മുൻ ആൺസുഹൃത്തായ കുട്ടമ്പേരൂർ സ്വദേശിയുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി. കലയെ ഒടുവിൽ കണ്ടത് എറണാകുളത്ത് വെച്ചെന്നും മൊഴിയുണ്ട്. കലയുടെ കൊലപാതകത്തിൽ കേസന്വേഷണം 21 അംഗ പോലീസ് സംഘത്തിനാണ്. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് മാന്നാറിൽ നിന്ന്. ആജ്ഞ, പല രീതിയിലുള്ള സംശയങ്ങളുണ്ട്. കാരണം ഇന്നലെ ഈ കലയുടെ മകൻ ഉന്നയിച്ച ആരോപണം തൻ്റെ അമ്മ ജീവിച്ചിരിക്കുന്നുണ്ട്. അതിന് പ്രധാന ആരോപണമായി ഈ 17-കാരൻ ചൂണ്ടിക്കാണിച്ച വിഷയം, 16-കാരൻ ചൂണ്ടിക്കാണിച്ച വിഷയം, അമ്മയുടെ ശരീരത്തിൻ്റെ ഒരവശിഷ്ടവും അവിടെ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല, അസ്ഥികൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നതാണ്. അതൊരു വസ്തുത തന്നെയാണ്. ഇവിടെ പോലീസ് ഇപ്പോൾ സംശയിക്കുന്നുണ്ട് മൃതദേഹം ഈ സംഭവത്തിന് ശേഷം, കൊലപാതകത്തിന് ശേഷം ഈ സ്ഥലത്ത് നിന്ന് മാറ്റിയോ മറ്റ് പ്രതികൾ അറിയാതെ മാറ്റിയോ എന്ന്. അങ്ങനെയെങ്കിൽ ഈ ദൃശ്യം സിനിമ ഏതെങ്കിലും തലത്തിൽ സ്വാധീനിച്ചിട്ടുണ്ടാകുമോ ഈ പ്രതിയെ? അത്തരത്തിലൊരു നിഗമനം കൂടി, ആ ഒരു നിരീക്ഷണം കൂടി പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. കാരണം ഈ 3 പ്രതികളും ഒരുപോലെ സെപ്റ്റിക് ടാങ്കിൽ ഈ മൃതദേഹം മറവ് ചെയ്തു എന്ന് പറയുമ്പോഴും 15 വർഷം എന്ന് പറയുന്നത് ഒരു മൃതദേഹം മറവ് ചെയ്തത് അങ്ങ് പൂർണ്ണമായും ഡിസോൾവ് ആകാനുള്ള ഒരു സമയം അല്ല എന്ന് തന്നെയാണ് വിദഗ്ധരുടെ, പ്രത്യേകിച്ചും ബയോടെക്നോളജിസ്റ്റുകളുടെ നിരീക്ഷണം അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതിൽ നിന്നും മൃതദേഹത്തിന്റെ സാമ്പിളുകൾ ലഭിക്കാനുള്ള സാധ്യത ഏറെയാണെന്ന് അവർ പറയുന്നുണ്ട്. അപ്പം നമ്മൾ ഇപ്പൊ പറയുമ്പോൾ മനുഷ്യവിസർജ്യത്തിന്റെ കെമിക്കൽ, അതൊരു വലിയ കെമിക്കലാണ്, അല്ലെങ്കിൽ ബാക്ടീരിയയുടെ എഫക്ട് അത്ര വലുതാണ്. ഈ എക്സ്പ്ലോസീവ് അത്തരത്തിലുള്ള ബയോഗ്യാസ് ഉൽപ്പന്നങ്ങളൊക്കെ അതിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ തീ പിടിക്കാനുള്ള സാധ്യത ഏറെയുള്ള അത്തരത്തിൽ രൂക്ഷമായ തീവ്രമായ കെമിക്കലുകളാണ് സെപ്റ്റിക് ടാങ്കിനുള്ളിൽ ഉള്ളത് എന്നൊരു നിരീക്ഷണം വരുമ്പോഴും, എന്നൊരു അവസ്ഥയുള്ളപ്പോഴും ഇത്തരത്തിൽ ഒരാളുടെ DNA കണ്ടെത്താൻ, അല്ലെങ്കിൽ മജ്ജയിൽ നിന്നോ എല്ലിൽ നിന്നോ DNA കണ്ടെത്താനുള്ള സാധ്യത ഉണ്ടെങ്കിൽ, അവിടെ ഉണ്ടെങ്കിൽ കണ്ടെത്താനുള്ള സാധ്യത വളരെയേറെയാണ് എന്നൊരു അവസ്ഥ കൂടിയുണ്ട്, എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. പക്ഷേ ഇവിടെ എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം SP പറയുന്നു മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ കിട്ടിയിരുന്നു എന്ന് പറയുന്നുണ്ട്. ഫോസ്ഫറസ് പോലെ അല്ലെങ്കിൽ എല്ലിന്റെ കഷ്ണം പോലെ എന്ന് തോന്നിപ്പിക്കുന്ന, അല്ല ഫോസ്ഫറസിന്റെ സാന്നിധ്യമുള്ള എന്തോ ഒരു വസ്തു കിട്ടിയിട്ടുണ്ട് എന്നുള്ള തരത്തിലൊക്കെ അവർ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. എന്നിരുന്നാൽ പോലും മുടി അല്ലെങ്കിൽ വസ്ത്രത്തിന്റെ ഒരംശം, ഇതൊക്കെ ഈ പറയുന്നത് പോലെ കലയും ആ വർഷവും ഒരു പക്ഷേ 15 വർഷം മുൻപ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ മുടി ഒരു സാധ്യതയല്ല തെളിവിന് എന്നൊരു അവസ്ഥ കൂടി, എന്നൊരു സാഹചര്യം കൂടി മുന്നിൽ നിൽക്കെ പോലീസ് ആകെ കൺഫ്യൂഷൻ ആയിരിക്കുന്ന നിലവിൽ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് പോലീസ് ഉള്ളത്. കാരണം പോലീസിനെ സംബന്ധിച്ചത് വലിയ വെല്ലുവിളിയാണ്. ടോം സൂചിപ്പിച്ചതുപോലെ തെളിവ് നശിപ്പിക്കൽ എന്നൊരു സാധ്യത ഈ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് പോലീസിൽ പോകുന്നത്. കാരണം ആറ്റിലൊഴുക്കി, അതായത് സെപ്റ്റിക് ടാങ്കിൽ നിന്നും എടുത്ത് ആറ്റിലൊഴുക്കി എന്നൊരു സംസാരം കേൾക്കുന്നുണ്ട്. കാരണം ഇവരുടെ വീടിന് സമീപത്തുള്ള ഒരു പ്രായമേറിയ സ്ത്രീ അത് കണ്ടു, സെപ്റ്റിക് ടാങ്ക് കുഴിക്കുന്നത് കണ്ടു എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവരുടെ മൊഴി ഇപ്പോൾ മുഖവിലേക്ക് എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. കാരണം അവർ മാനസികമായി സ്ഥിരതയില്ലാത്ത ഒരു അവസ്ഥയിലാണ്, അത്തരത്തിലുള്ള ഒരു ട്രീറ്റ്മെന്റിലാണ്. അതുകൊണ്ട് തന്നെ പോലീസിന് അതിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം മുന്നിലുണ്ട്. പക്ഷേ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ അനിൽകുമാർ എന്ന് പറയുന്ന ആള് മേസ്തിരി പണി ചെയ്തിരുന്ന ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ചിട്ട് ഇത്തരത്തിലൊരു സെപ്റ്റിക് ടാങ്ക് പുനർനിർമ്മിക്കുകയോ അല്ലെങ്കിൽ അത് ക്ലീൻ ചെയ്യുകയോ അതിലുള്ള സാധനങ്ങൾ നീക്കം ചെയ്യുകയോ എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടെ വേഗത്തിൽ അത് ചെയ്ത് തീർക്കാൻ കഴിയും. അതുകൂടി മുൻനിർത്തിയാണ് ഈ അന്വേഷണം പോകുന്നത്. മാത്രമല്ല ഈ 3 പേരുടെ ജിനോയാണ് സെപ്റ്റിക് ടാങ്കിൽ മൃതദേഹം അടക്കി എന്ന് ആദ്യം പറഞ്ഞത്. പക്ഷേ ഈ മറ്റ് 2 പ്രതികളും, സോമൻ എന്ന് പറയുന്ന പ്രതിയും പ്രമോദ് എന്ന് പറയുന്ന പ്രതിയും അതിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഇവരാരും മൊഴി മാറ്റിയിട്ടുമില്ല. കൃത്യമായി സെപ്റ്റിക് ടാങ്കിൽ തന്നെ ഉണ്ട് എന്ന് തന്നെയാണ് അവർ പറയുന്നത്. പക്ഷേ പോലീസിന് മുന്നിലുള്ളത് ഈ ദൃക്സാക്ഷികളുടെ മൊഴി മാത്രമാണ്
എന്നൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ കേസ് വലിയ വെല്ലുവിളിയാകുന്നുണ്ട്. എന്നാൽ 15 വർഷത്തിന് മുൻപ് ഈ കല എന്ന് പറയുന്ന സ്ത്രീയുടെ തിരോധാന തീർച്ചയായും പോലീസിനെ സംബന്ധിച്ച് ആജ്ഞ സൂചിപ്പിച്ചതുപോലെ നിരവധി വെല്ലുവിളി നിറഞ്ഞൊരു സംഭവമാണ്. നിലവിൽ ഈ കസ്റ്റഡിയിലുള്ള പ്രതികളെ ചോദ്യം ചെയ്യുന്നത് തുടരുന്നുണ്ടല്ലോ ആജ്ഞ. ഈ പ്രതികളെ ഇന്ന് തെളിവെടുപ്പിന് എത്തിക്കാനുള്ള സാധ്യതയുണ്ടോ? അതോടൊപ്പം അറിയേണ്ടത് ഭർത്താവ് അനിൽകുമാർ, വിദേശത്തുള്ള അനിൽകുമാറിനെ സംബന്ധിച്ചാണ്. ഇയാളെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഈ അനിൽകുമാറിനെ ബന്ധപ്പെടാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ടോ? എന്ന് നാട്ടിലെത്തിക്കാൻ കഴിയുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ. ടോം, അനിൽകുമാറിനെ നാട്ടിലെത്തിക്കാനുള്ള സാധ്യമായ എല്ലാ നീക്കവും പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. CBI വഴി ഇന്റർപോളിനെ സമീപിക്കുന്ന ഒരു നീക്കം കൂടി ഏറ്റവും പുതിയതായി പോലീസ് നടത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല ഈ അനിൽകുമാറിനെ എംബസി വഴി നാട്ടിലേക്ക് കൊണ്ടുവരികയും അതുപോലെ അയാളുടെ കുടുംബത്തെ സ്വാധീനിച്ച് നാട്ടിലേക്ക് കൊണ്ടുവരാനുമുള്ള നീക്കങ്ങൾ പോലീസ് തുടങ്ങിയിട്ടുണ്ട് എന്നാണ്. പക്ഷേ എന്നുള്ളത് ഇന്നോ നാളെയോ എന്നുള്ള കാര്യത്തിലൊന്നും വ്യക്തതയായിട്ടില്ല. ഇതുപോലെ തന്നെ പ്രതികളെ ചോദ്യം ചെയ്യൽ തുടരുന്നുണ്ട്. തെളിവെടുപ്പിന് എപ്പോൾ ഇന്ന് കൊണ്ടുപോകും. 6 ദിവസമാണ് കസ്റ്റഡിയിൽ നൽകിയിരിക്കുന്നത്. ഈ 6 ദിവസത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു ദിവസം എന്ന് മാത്രമേ വ്യക്തമാകുന്നുള്ളൂ. ഇപ്പോഴത്തെ ഇന്ന് കൊണ്ടുപോകുമോ എന്നുള്ള കാര്യത്തിൽ പോലീസ് വ്യക്തമായി ഒന്നും പറയുന്നില്ല. തെളിവെടുപ്പ് ഇന്ന് നടത്തുമോ എന്നുള്ള കാര്യത്തിൽ. അതേസമയം 3 പ്രതികളുടെ വീട്ടിൽ ഈ പോലീസ് സെർച്ച് ചെയ്യുന്നുണ്ട്. അവരുടെ വീടുകളിൽ പരിശോധന നടത്തുന്ന ഒരു നടപടി കൂടി പോലീസ് ചെയ്തു വരുന്നുണ്ട്. മറ്റൊരു കാര്യം, ഈ നേരത്തെ പാലക്കാട് സ്വദേശി എന്നായിരുന്നു ഈ കലയുടെ ആൺ സുഹൃത്തിനെ പറ്റി പറഞ്ഞിരുന്നത്. പക്ഷേ അതിനകത്ത് വ്യക്തമാകുന്ന ഒരു കാര്യം, കലയുടെ വീട്ടുകാരും ഇതേ കാര്യം തന്നെ ആവർത്തിച്ച് പറയുന്നു. പാലക്കാട് സ്വദേശിയായുള്ള ഒരാളുമായി കല നാടുവിടുന്നു എന്നാണ് കലയുടെ വീട്ടുകാരും പറയുന്നത്. അനിൽകുമാറിന്റെ വീട്ടുകാരും ഇതേ കാര്യം തന്നെ പറയുന്നു. അനിൽകുമാറിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഇതേ കാര്യം തന്നെ പറയുന്നു. പക്ഷേ കലയുമായി അടുപ്പമുണ്ട് എന്ന കാര്യം ചൂണ്ടിക്കാട്ടി ഈ കുട്ടമ്പേരൂർ സ്വദേശിയായ ഒരാളെ ഈ പ്രമോദ് എന്ന് പറയുന്ന 3-ാം പ്രതി, ഈ അനിൽകുമാർ സഹോദരനാണ്, അയാൾ മർദ്ദിച്ച സാഹചര്യമുണ്ട്. മാത്രമല്ല ഈ കലയുടെ ബന്ധുക്കൾക്കും ഇക്കാര്യം അറിയാം, ഇതാരെന്നും അറിയാം. ഈ കുട്ടമ്പേരൂർ സ്വദേശിയെ നാട്ടിൽ, അദ്ദേഹം കുവൈറ്റാണ് ജോലി ചെയ്യുന്നത്, നാട്ടിലെത്തിച്ച് ചോദ്യം ചെയ്യൽ പോലീസ് പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിൽ നിന്നും മനസ്സിലാക്കുന്നതും എറണാകുളത്തൊരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ 1.5 മാസമായി, അതായത് അനിൽകുമാർ ഈ 2009 ജൂൺ ആദ്യവാരമാണ് കല കൊല്ലപ്പെടുന്നത് എന്നാണ് നിഗമനം. ഈ കലയെ കാണാതാകുന്നത് 2009 ജൂൺ ആദ്യവാരമാണ്. അതിനു മുൻപ് വരെയുള്ള, അതായത് 1.5 മാസത്തോളമുള്ള കാലഘട്ടത്തിൽ കല വീട് വിട്ട് എറണാകുളത്തൊരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ ജോലി ചെയ്തിരുന്നു. ഇയാൾ, ഈ കുട്ടമ്പേരൂർ സ്വദേശിയായ ആൺ സുഹൃത്ത് കലയെ അവിടെ ഒരു പ്രാവശ്യം സന്ദർശിച്ചിരുന്നു എന്നും പറയുന്നുണ്ട്. അതിനുശേഷം അനിൽകുമാർ നാട്ടിലെത്തിയ ശേഷം 4 ദിവസങ്ങൾക്ക് ശേഷമാണ് കലയെ എന്നേക്കുമായി കാണാതായത് എന്നൊരു കാര്യം കൂടി കുട്ടമ്പേരൂർ സ്വദേശി സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഇവിടുത്തെ ഒരു സംശയം എന്ന് പറയുന്നത്, എങ്ങനെയാണ് ഈ പാലക്കാട് സ്വദേശിയുടെ പേര്, അല്ലെങ്കിൽ മനഃപൂർവ്വം ഇങ്ങനെ ഒരു കഥ കെട്ടിച്ചമച്ചതാണോ? ഈ അനിൽകുമാറും കലയുടെ സഹോദരൻ അനിൽകുമാറും, അദ്ദേഹത്തിന്റെ പേരും അനിൽകുമാറും തന്നെയാണ്, ഇവർ തമ്മിൽ ഇപ്പോഴും അടുത്ത ബന്ധം കാത്തു സൂക്ഷിക്കുന്നുമുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. ഇത്തരം കുറെ സംശയങ്ങൾ കൂടി പോലീസിന് മുന്നിലുണ്ട്. കാരണം ഇത് ആസൂത്രിതമായി ഒരു കൊലപാതകം നടത്താൻ വേണ്ടി കരുതിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണോ ഇത്തരത്തിൽ ഈ കുട്ടമ്പേരൂർ സ്വദേശി എന്നുള്ള ആളുടെ പേര് ഒരു പാലക്കാട് സ്വദേശി, അല്ലെ പാലക്കാട് എവിടെയോ കല ഒരാളൊപ്പം ഇറങ്ങിപ്പോയി ജീവിക്കുന്നു എന്നൊരു കഥ മെനഞ്ഞത് എന്നുള്ള തരത്തിലും പോലീസ് അന്വേഷണം തുടരുന്നുണ്ട്. എന്തായാലും പ്രതികളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ പറയാനുള്ള ഇൻഫർമേഷൻ. മാത്രമല്ല ഇന്റർപോളിന്റെ സഹായം തേടിയിട്ടുണ്ട് അനിൽകുമാറിനെ നാട്ടിലെത്തിക്കാൻ. തീർച്ചയായും, കാരണം അങ്ങനെ ഒരു നിരവധി സാധ്യതകൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. പക്ഷേ പ്രതികൾ കുറ്റം സംബന്ധിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കൊലപാതകം നടന്നത് പാലത്തിൽ വെച്ചാണ്. പിന്നീട് ഈ സെപ്റ്റിക് ടാങ്കിൽ കൊണ്ടുപോയി ഈ മൃതദേഹം അവിടെ ഉപേക്ഷിച്ചു, മറവ് ചെയ്തു എന്ന് പറയുമ്പോൾ, പക്ഷേ വലിയ വെല്ലുവിളി നിറഞ്ഞ കാര്യം ഈ മൃതദേഹ അവശിഷ്ടം കണ്ടെത്താൻ കഴിയാത്തതാണ്. ഈ അനിൽകുമാറിനെ നാട്ടിലെത്തിച്ചു കഴിഞ്ഞാൽ മാത്രമായിരിക്കും ഇനി പോലീസിനെ സംബന്ധിച്ച് ഒരടുത്ത നടപടിയിലേക്ക് കടക്കുക. മൃതദേഹാവശിഷ്ടം കണ്ടെത്തണം, അല്ലെങ്കിൽ കേസിൽ തെളിവില്ലെങ്കിൽ ഈ കേസിൽ പോലീസിനെ സംബന്ധിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇനി അടുത്ത നീക്കം എന്തായിരിക്കും? കേസുമായി ബന്ധപ്പെട്ട് പോലീസിന് മുന്നിലുള്ള അടുത്ത നീക്കം എന്തായിരിക്കും?
ടോം മനസ്സിലാക്കുന്നത് ഈ അനിൽകുമാർ നാട്ടിലെത്തിയാൽ മാത്രമേ ഇതിനകത്ത് ഒരു വ്യക്തത ഉണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ അനിൽകുമാറിന് ചോദ്യം ചെയ്താൽ മാത്രമേ ഇതിലൊരു വ്യക്തത ഉണ്ടാവുകയുള്ളൂ എന്നുള്ള കാര്യമാണ്. ഒന്നാം പ്രതി ആയിട്ട് ഈ കേസിൽ FIR ഇട്ടിരിക്കുന്നത് അനിൽകുമാർ തന്നെയാണ്. അത് അനിൽകുമാറിന്റെ കൺഫഷൻ ഇതിനകത്തൊരു പ്രധാന ലീഡാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ ടോം സൂചിപ്പിച്ചതുപോലെ അല്ലാത്ത പക്ഷം ടോമിന് ഇവരെ കൂട്ടണമെങ്കിൽ പോലീസിന് ഇവരെ പൂട്ടണമെങ്കിൽ ഇവരെ ആ ഒരു സാഹചര്യം, അതായത് ഈ പറയുന്ന പോലീസ് കൃത്യമായി തെളിവുകൾ, ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്, അത് പറഞ്ഞതുപോലെ ഈ കലയുടെ DNA അതല്ലെങ്കിൽ അത് മൃതദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള തെളിവുകൾ എന്തെങ്കിലും ഉണ്ടോ, അത്തരം കാര്യങ്ങൾ ശേഖരിക്കുക മാത്രമാണ് അതിനകത്ത് ഉള്ളത്. ആ ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇനി ഈ കേസ് തെളിയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല ആറ്റിൽ ഒഴുക്കാനാണ് ആദ്യം ഈ പറയുന്ന വലിയ പെരുമ്പുഴ പാലത്തിൽ അനിൽകുമാർ മൃതദേഹവുമായി എത്തിയതെന്ന് പറയുന്നു. അങ്ങനെയാണ് ഒന്നാം പരാതിക്കാരനായ സുരേഷിന്റെ നിഗമനം. സുരേഷിനെ വിളിച്ചു വരുത്തുന്നത്, അതായത് ആറ്റിലൊഴുക്കാനുള്ള സാഹചര്യം ഇല്ലാതിരുന്ന ഒരു അവസ്ഥ, അതായത് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർ കാണുന്ന ഒരു അവസ്ഥ അവിടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ആറ്റിലൊഴുക്കാതിരുന്നതെന്നൊരു നിഗമനമുണ്ട്. അതുകൊണ്ടാണ് പിന്നീട് സുരേഷിനെ സഹായത്തിന് വിളിച്ചത്. അതിനുശേഷമാണ് ആയിക്കര ജംഗ്ഷനിൽ വെച്ചിട്ട് ജിനോയും മറ്റു പ്രതികളും ഈ മൃതദേഹം കാണുന്നത്. അവരാണ് പിന്നീട് സെപ്റ്റിക് ടാങ്കിൽ അത് മറവ് ചെയ്യാമെന്ന് കൂട്ടായ തീരുമാനമായിരുന്നു എന്നുള്ളത്. എന്തായാലും ഇപ്പോഴുള്ള ഈ 3 പ്രതികൾക്കും കൊലപാതകത്തിൽ നേരിട്ട് പങ്കില്ല. പക്ഷേ കൊലപാതകത്തിന് സമാനമായ കുറ്റം തന്നെ ചെയ്തിരിക്കുന്നു. കൊലപാതകം മറച്ചുവെക്കാൻ ശ്രമിച്ചു. 15 വർഷത്തോളം അത് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പരാതിക്കാരൻ സുരേഷിനെ മാപ്പുസാക്ഷിയാക്കിയ ശേഷമാണ് ഈ കേസിന്റെ നീക്കുപോക്കുകൾ മുന്നോട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 2 മുതൽ 4 വരെയുള്ള പ്രതികളുടെ ഈ മൊഴിയും നിർണായകമാണ്. മാത്രമല്ല അവർ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ട്. മാത്രമല്ല നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഏറെ നിർണായകമായിട്ടുള്ളത് 2 മുതൽ 4 വരെയുള്ള പ്രതികളുടെ മൊഴിയാണ്. 3 പേരും കുറ്റം സംബന്ധിച്ചിട്ടുണ്ട്. അവരുടെ ചോദ്യം ചെയ്യൽ തുടരുന്നു. മുഖ്യപ്രതി അനിൽകുമാറിനെ, കലയുടെ ഭർത്താവ് അനിൽകുമാറിനെ നാട്ടിലെത്തിക്കാനുള്ള നീക്കങ്ങളും പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഗതാഗത നിയമങ്ങൾ കാറ്റിൽ പറത്തി വാഹനം ഓടിക്കുന്നവരും മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവരും നിരവധി വഴിയാത്രക്കാരുടെ ജീവനാണ് അപകടം സൃഷ്ടിക്കുന്നത്. ഇത്തരം നിരവധി സംഭവങ്ങൾ ഈ സമീപ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ എറണാകുളം മുളന്തുരുത്തിയിലാണ് മദ്യപിച്ച് വാഹനം ഓടിച്ച ആളുടെ കാർ അപകടത്തിൽപ്പെട്ടത്. മുളന്തുരുത്തി സ്വദേശി തമ്പി ഓടിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ഇന്നലെ രാത്രി നടന്ന അപകടത്തിന്റെ ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. ഗുരുതരമായി പരിക്കേറ്റ തമ്പിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമിയെ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ പേടി തോന്നും. ഈ ദൃശ്യം പകർത്തിയ തൊട്ട് പിന്നാലെ എത്തിയ ഏതോ ഇരുചക്ര വാഹന യാത്രക്കാരനാണ് ദൃശ്യം പകർത്തിയതെന്നാണ് മനസ്സിലാക്കുന്നത്. അയാൾക്കും ഈ അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ടോ? കാരണം ഫോൺ കയ്യിൽ നിന്നും തെറിച്ചു പോകുന്നതായിട്ടാണ് ആ ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ വാഹനം ഓടിച്ച തമ്പിയുടെ അവസ്ഥ എങ്ങനെയാണ്? ഈ വിഷയത്തിൽ പോലീസ് നടപടി സ്വീകരിച്ചിട്ടുണ്ടോ നവമി? ഇന്നലെ രാത്രി 8 മണിയോട് കൂടിയായിരുന്നു ഈ സംഭവം ഉണ്ടായത്. മുളന്തുരുത്തിക്ക് സമീപം വെച്ചിട്ടായിരുന്നു ഈ സംഭവം നടക്കുന്നത്. തമ്പി വാഹനം ഓടിച്ച്, അതായത് അമിതമായി മദ്യപിച്ച് അമിത വേഗതയിൽ വാഹനം ഓടിക്കുന്ന ദൃശ്യങ്ങളാണ് ഇത്. തമ്പിയുടെ വാഹനത്തിന്റെ പുറകിൽ ഒരു ഇരുചക്ര വാഹനം കാണാം. അതിന്റെ പുറകിൽ വന്ന ഒരു കാറ് യാത്രക്കാരാണ്, 2 യുവാക്കളാണ്. അവരാണ് ഈ വീഡിയോ എടുത്തത്. അവര് ഈ സമയത്ത് ഇവരുടെ പുറകെ, ഈ തമ്പിയുടെ വാഹനത്തിന്റെ പുറകെ ഇവരുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ ഒരു പന്തികേട് മണത്ത ഈ യുവാക്കൾ ഇവരെ ഫോളോ ചെയ്യുകയായിരുന്നു, ഈ തമ്പിയുടെ വാഹനത്തെ ഫോളോ ചെയ്യുകയായിരുന്നു. ആ സമയത്ത് തന്നെ ഈ യുവാക്കൾ പറയുന്നുണ്ടായിരുന്നു ഈ നടന്നു പോകുന്നവരോടും കാൽനട യാത്രക്കാരോടും അതോടൊപ്പം മറ്റു വാഹനത്തിൽ പോകുന്നവരോടൊക്കെ ശ്രദ്ധിക്കണം, വഴി മാറിക്കോ എന്ന് പറയുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം.
എന്തായാലും അമിത വേഗതയിൽ പോയ ഈ തമ്പിയുടെ വാഹനം മതിലിലിടിച്ച് കറങ്ങി വന്ന് തൊട്ടു പുറകിലുണ്ടായിരുന്ന ഇരുചക്ര വാഹനത്തിൽ ഇടിക്കുകയും അതിനുശേഷം ഈ വീഡിയോ ചിത്രീകരിച്ച യുവാക്കളുടെ കാറിൽ ഇടിക്കുകയും ചെയ്തു. അങ്ങനെ 2 വാഹനങ്ങൾക്കും അപകടം സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ 3 പേരാണ് ഇപ്പോൾ ആശുപത്രിയിലുള്ളത്. തമ്പിയുടെ നില ഗുരുതരമാണ്. അമിതമായി മദ്യപിച്ചുകൊണ്ടാണ് വാഹനം ഓടിച്ചതെന്ന് അമിതമായി മദ്യപിച്ചിട്ടുണ്ടെന്ന് ഇന്നലെ നടത്തിയ പരിശോധനയിൽ, ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ മനസ്സിലായിട്ടുണ്ട്. മറ്റൊരു കാര്യം, തമ്പി ഇപ്പോഴും ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ തുടരുകയാണ്. മറ്റ് 2 യുവാക്കളുടെ, അതായത് ഇരുചക്ര വാഹനത്തിൽ പോയ യുവാവിന്റെയും മറ്റ് കാറിലുണ്ടായിരുന്ന ആ വീഡിയോ ചിത്രീകരിച്ച യുവാക്കളുടെയും നില, അവർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നതിനപ്പുറത്തേക്ക് ഗുരുതരമായി ഒന്നുമില്ല എന്നുള്ളത് വലിയ ആശ്വാസമാണ്. പക്ഷേ ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ തന്നെയാണ്. അമിത വേഗതയിൽ ഹോൺ മുഴക്കി അല്ലെങ്കിൽ ഇത്തരത്തിൽ ലൈറ്റൊക്കെ ആയിട്ട് അമിത വേഗതയിൽ ഒരു ബോധമില്ലാതെയാണ് ആ വാഹനം ഓടിക്കുന്നതെന്ന് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം. പുറകിൽ വരുന്ന യുവാക്കളും ഈ ഇരുചക്ര വാഹനത്തിന്റെ ഇരുന്ന യാത്രികരും ഒക്കെ ഇയാളെ ഹോൺ അടിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാതെ അമിത വേഗതയിൽ തന്നെയാണ് തമ്പി വാഹനം ഓടിച്ചത്. എന്തായാലും മുളന്തുരുത്തി പോലീസ് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അമിത വേഗത, ഈ മദ്യപിച്ചുള്ള അമിത വേഗത, ബോധമില്ലാതെയുള്ളൊരു ഡ്രൈവിംഗ് ആണ് തമ്പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്ന് പോലീസിന് മനസ്സിലായി. എന്തായാലും ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇതിനുശേഷമായിരിക്കും വിശദമായിട്ടുള്ള കേസെടുക്കലും. ഈ മുളന്തുരുത്തിയിലെ സംഭവത്തിന് സമാനമായിട്ടുള്ള, അതല്ലെങ്കിൽ അല്പം കൂടെ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയമാണ് കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ റിപ്പോർട്ട് ചെയ്തത്. കണ്ണൂരിൽ ഒരു വാഹനം ഇടിച്ച് കാൽനട യാത്രക്കാരി മരിച്ചൊരു ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ ഭയം തോന്നും. അതൊരു പോലീസുകാരനാണ്, അതായത് നിയമം പാലിക്കേണ്ട ഒരു നിയമപാലകനായിട്ടുള്ളൊരു പോലീസുകാരനാണ് ഇത്തരം നിയമം ലംഘിച്ച്, ഗതാഗത നിയമം ലംഘിച്ച് അമിത വേഗതയിൽ വാഹനം ഓടിച്ച ഒരു സ്ത്രീയുടെ ജീവൻ തന്നെ അപകടത്തിലാക്കിയത്, അവർ മരിക്കാനിടയായ സാഹചര്യം സൃഷ്ടിച്ചത്. പോലീസുകാരനെതിരെ നടപടി സ്വീകരിച്ചു എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. കണ്ണൂർ ടൗൺ സ്റ്റേഷനിലെ CPO ലിതേഷിനെ സസ്പെൻഡ് ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. ആ സംഭവത്തെക്കുറിച്ച് എന്താണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ? പോലീസിന്റെ ഭാഗത്തു നിന്ന് കേസെടുത്തതിന് പിന്നാലെയാണ് ഇപ്പോൾ സസ്പെൻഷൻ ഉണ്ടായിരിക്കുന്നത്, അല്ലേ? നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും അതിഭീകരമായിട്ടുള്ള ഒരു ദൃശ്യമാണ്. ഈ മരിച്ച വനിത അവർ റോഡിന്റെ സൈഡിൽ കൂടി നടന്നു പോകുകയായിരുന്നു. അമിത വേഗതയിലെത്തിയ CPO ലതേഷ് ആ കാൽനട യാത്രക്കാരിയായ വീട്ടമ്മയെ ഇടിച്ചു തെറിപ്പിച്ച് അല്പദൂരം മുന്നോട്ട് പോകുന്നത് നമുക്ക് ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ കാണാൻ കഴിയും. എന്തായാലും പോലീസ് ഈ CPOക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. CPOയെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ വിഷയത്തിന്റെ ഈ ഒരു അപകടവുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണം നടത്തുകയാണ്. ഇങ്ങനെ അമിതമായി വേഗതയിൽ പോയത്, ഇത് ഏതെങ്കിലും ലഹരി അല്ലെങ്കിൽ മദ്യപിച്ചിട്ടാണോ ഇത്തരത്തിലൊരു വാഹനം ഓടിച്ചെന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ പോലീസ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചു വരുന്നുണ്ട്. എന്തായാലും വളരെ ദാരുണമായൊരു സംഭവം തന്നെയാണ്. ഈ കാൽനട യാത്രക്കാരായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് വാഹനങ്ങളുടെ അമിത വേഗത, ഇത്തരത്തിൽ മദ്യപിച്ചു അല്ലെങ്കിൽ മത്സരയോട്ടം, ഇതെല്ലാം പലപ്പോഴും അപകടം സംഭവിക്കുന്നത് ഇരുചക്ര വാഹനത്തിൽ പോകുന്നവർക്കോ അല്ലെങ്കിൽ കാൽനട യാത്രക്കാർക്കോ ആയിരിക്കും. ഒരു സുരക്ഷയും ഇല്ലാത്ത ഒരു ഡ്രൈവിംഗ് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ നിരത്തുകളിൽ കാണാൻ കഴിയുന്നത്. ദിനം പ്രതി ഇങ്ങനെ അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപകടത്തിൽ മരിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നുണ്ട്. നിയമം കർശനമാക്കാത്തിടത്തോളം കാലം ഇത്തരത്തിലുള്ള അമിത വേഗത കാരണം ജീവൻ പൊലിയുന്നത് വീണ്ടും തുടരുക തന്നെ ചെയ്യും. നമുക്കറിയാം കൊച്ചി നഗരത്തിലായിക്കോട്ടെ ഈ ബസ്സുകളുടെ സൂചിപ്പിച്ചതുപോലെ നിയമം ശക്തമാക്കുകയാണ് വേണ്ടത്. പ്രത്യേകിച്ചും വിദേശ രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഇതേ രീതിയിൽ അപകടം സൃഷ്ടിക്കുകയാണെങ്കിൽ പിന്നെ ജയിലിൽ കിടക്കേണ്ട അവസ്ഥയായിരിക്കും. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ളൊരു അപകടം ഉണ്ടായാൽ, അപകടത്തിൽ ഒരാൾ മരിച്ചാൽ പോലും മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റം ചുമത്തുക, ജാമ്യം ലഭിക്കുക, സ്വാഭാവികമായും ഇത്തരം നിയമങ്ങളിലെ പഴുതുകളാണ് വീണ്ടും ഇതുപോലുള്ള നിയമലംഘനങ്ങൾക്ക് പലരെയും പ്രേരിപ്പിക്കുന്നത്. അമിത വേഗതയിൽ വാഹനം ഓടിക്കുക, റീൽസുകൾക്ക് വേണ്ടി അഭ്യാസ പ്രകടനങ്ങൾ, വാഹനം ഓടിച്ചുകൊണ്ട് അഭ്യാസ പ്രകടനങ്ങൾ നടത്തുന്ന സംഭവങ്ങളൊക്കെ നിത്യേന ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ പോലീസും ഗതാഗത വകുപ്പും ഈ വിഷയത്തിൽ മോട്ടോർ വാഹന വകുപ്പും കർശനമായ നടപടിയാണ് സ്വീകരിക്കേണ്ടത്. സ്പോട്ട് ലൈവിന് പോകുന്നത് കാസർഗോട്ടേക്കാണ്. കാസർഗോഡ് വിഷപ്പുക ശ്വസിച്ച് 50ഓളം കുട്ടികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പുതിയകോട്ട ലിറ്റിൽ ഫ്ലവർ ഗേൾസ് സ്കൂളിലെ വിദ്യാർത്ഥിനികളാണ് ചികിത്സ തേടിയത്. സമീപമുള്ള അമ്മയും കുഞ്ഞും ആശുപത്രിയിലെ ജനറേറ്ററിൽ നിന്നുള്ള പുക ശ്വസിച്ചാണ് കുട്ടികൾക്ക് ആരോഗ്യ പ്രശ്നമുണ്ടായത്. ക്ലാസ് മുറിയിൽ ശാരീരിക അസ്വസ്ഥതകളും ശ്വാസതടസ്സവും അനുഭവപ്പെട്ട വിദ്യാർത്ഥിനികളെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കാസർഗോഡ് നിന്ന് KV ബൈജു ചേരുന്നുണ്ട് വിവരങ്ങളുമായി.
ബൈജു, 50ഓളം കുട്ടികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇവരുടെ നില എങ്ങനെയാണ്? എന്താണ് ഇങ്ങനെയൊരു വിഷപ്പുക പടരാനുള്ള സാഹചര്യം എവിടെ നിന്നാണ് ഉണ്ടായത്? ടോമെ, ഞാനിപ്പോൾ ഉള്ളത് പുതിയ കോട്ടയിലെ അമ്മയും കുഞ്ഞും ആശുപത്രിയിൽ തന്നെയാണ്. ഇവിടെയാണ് 11:30 മണിയോടുകൂടി ഇതിന് തൊട്ട് പിറകിൽ കാണുന്ന ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 +2 പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഇത്തരത്തിൽ ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ടത്. ഏതായാലും നമുക്ക് നഗരസഭാ ചെയർപേഴ്സൺ നമ്മളോടൊപ്പം തന്നെ എന്തായാലും കൂടുന്നുണ്ട്. അവർ തന്നെ ഇക്കാര്യം വിശദീകരിക്കും. കാരണം നഗരസഭയുടെ കീഴിലാണ് ഈ അമ്മയും കുഞ്ഞും ആശുപത്രി വരുന്നത്. ഏതായാലും അവരോട് തന്നെ കാര്യങ്ങൾ എന്താണ് ടീച്ചർ ഇപ്പോൾ എന്താണ് അവസ്ഥ? ലിറ്റിൽ ഫ്ലവർ സ്കൂളിലെ 38 കുട്ടികളാണ് ഇവിടെ ആശുപത്രിയിൽ എത്തിയത്. അതിൽ 18 കുട്ടികൾ മാത്രമാണ് ബുദ്ധിമുട്ടുള്ളതായിട്ട് തോന്നിയിട്ടുള്ളത്. കുറച്ച് ബുദ്ധിമുട്ടുള്ള കുട്ടികളെ 5 പേരെ ജില്ലാശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബാക്കി 13 പേര് ഇവിടെ ഒബ്സർവേഷനിലാണ്. കുട്ടികളുടെ നിലയൊന്നും മോശമല്ല, നല്ല സ്റ്റേബിൾ ആണ് എല്ലാവരും. എന്താണ് ഇതിനൊരു കാരണം? ആദ്യഘട്ടത്തിൽ കാരണം എന്ന് പറയപ്പെടുന്നത് സ്കൂളുകാരും ഒക്കെ പറഞ്ഞിട്ടുള്ളത് ഈ ഹോസ്പിറ്റലിലെ ജനറേറ്ററിൽ നിന്നുണ്ടായിട്ടുള്ള പുക എന്നാണ്. അത് കൃത്യമായിട്ടുള്ള കാരണം ടെക്നീഷ്യൻ വന്ന് പരിശോധിച്ച് അത് നോക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് കൃത്യമായിട്ട് പറയാൻ വേണ്ടി കഴിയുള്ളൂ. കാരണം റെഗുലറായി സർവീസ് ചെയ്യുന്ന ഒരു ജനറേറ്ററാണ്. 1.5 വർഷമായിട്ട് അത് നല്ല നിലയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. സ്കൂളുകാരൻ സമ്മതിക്കുന്നതാണ് ഇതുവരെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടോ ഒന്നും തന്നെ ഈ ജനറേറ്റർ ഉള്ളത് കൊണ്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളത്. അപ്പം അത് കൃത്യമായി പരിശോധിക്കും. ഇപ്പോൾ നിലവിൽ വിഷമത വിഷമതയൊന്നുമില്ല. കുട്ടികളൊക്കെ സ്റ്റേബിൾ ആയിട്ടുള്ള അവസ്ഥയിലാണ്. ടോമെ സൂചിപ്പിച്ചതുപോലെ തന്നെ 60ഓളം കുട്ടികൾക്കായിരുന്നു ആദ്യം ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ടത്. ഇപ്പോൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ്. ഇവിടെ കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെയുണ്ട്. സുരേഷ് നമ്മോടൊപ്പം ചേരും. സുരേഷ്, എന്താണ് നിലവിലെ ഈ ബിൽഡിംഗ് ഞങ്ങൾ ഒരുപാട് നാളത്തെ സമരം ചെയ്തിട്ടാണ് ഇത് ഇവിടെ തുറന്നത്. അന്ന് തുടങ്ങുന്ന സമയത്ത് തന്നെ ഇതിനകത്ത് വൈദ്യുതി ഇല്ലായിരുന്നു, വെള്ളമില്ലായിരുന്നു. ഒരു പേരിന് അന്നത്തെ ആരോഗ്യമന്ത്രി ഇത് തുറന്നു വിട്ടതാണ്. അതിനുശേഷം ഇതിനകത്ത് നടക്കുന്നത് തികച്ചും ഇന്നിവിടെ നടന്നിരിക്കുന്നത് ഇത് പ്രസവിച്ച കുട്ടികളെ അഡ്മിറ്റ് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലാണ്. ഇവിടെ ഇതിന് തൊട്ടടുത്തുള്ള ഈ സ്കൂളിൽ 10-60ഓളം കുട്ടികൾ ഈ വിഷവാതകം ശ്വസിച്ച് മാരകമായ രീതിയിൽ അവർ പല ആശുപത്രികളായി അഡ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് ഈ സ്ഥാപിച്ചിട്ടുള്ള ജനറേറ്റർ അതിന്റെ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഒന്നും പാലിച്ചിട്ടില്ല. അധികൃതർ ചോദിക്കുന്ന സമയത്ത് എല്ലാം, പക്ഷേ സത്യത്തിൽ ഇതിന്റെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുക. നഗരസഭാ ചെയർപേഴ്സൺ പറയുന്നത് ആരുടെ നില ഗുരുതരമല്ല എന്നാണ്. നില ഗുരുതരമല്ല, ചെറിയ കുട്ടികളാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. പ്രസവിച്ച കുട്ടികൾ മുതൽ 17 വയസ്സ് വരെ കുട്ടികളെ പരിചരിക്കുന്ന ആശുപത്രിയാണ്. നില ഗുരുതരാണോ ഇല്ലയോ എന്നുള്ള വിഷയം നില ഗുരുതരം തന്നെയാണ്. പല കുട്ടികൾക്ക് ശ്വാസം കിട്ടാതെ ഇവിടെ മാസ്ക് വെച്ച് കിടക്കുകയാണ്. പല കുട്ടികളെയും ഇഞ്ചക്ഷൻ കൊടുത്ത് അവിടെ കിടത്തിയിരിക്കുക. ഇതിനപ്പുറത്ത് എന്താ സംഭവിക്കേണ്ടത്? കുട്ടികളുടെ രക്ഷിതാക്കളൊക്കെ പരിഭ്രാന്തിയിലാണ്. പല കുട്ടികൾ ആ കുട്ടികളെ എടുത്ത് പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. ഇതിനപ്പുറത്ത് എന്താ സംഭവിക്കേണ്ടത്? ടോമെ, നമുക്ക് ആ ജനറേറ്ററിൽ ഉള്ള ഭാഗങ്ങളിലേക്ക് തന്നെ പോകാം. ദൃശ്യങ്ങളിൽ നമുക്ക് ആ സ്ഥലത്തേക്ക് തന്നെ നമുക്ക് കാണിക്കാൻ പറ്റും. ടോമെ, ഈ കാണുന്ന ദൃശ്യം നമുക്ക് ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഇതിന് തൊട്ടടുത്തായാണ് ഈ ജനറേറ്റർ സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ജനറേറ്റർ ഇപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ സ്പോട്ട് ലൈവ് സംഭവ സ്ഥലത്ത് തന്നെ നമുക്ക് ദൃശ്യങ്ങൾ കാണിക്കുന്നത്. ജനറേറ്റർ സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. ഇതിന് തൊട്ട് മതിൽ ചേർന്നാണ് ഈ സ്കൂളിന്റെ കെട്ടിടം. നമുക്ക് കാണാം, ദൃശ്യങ്ങളിൽ കാണാം. ഈ ജനറേറ്ററിൽ നിന്നാണ് ഇത്തരത്തിൽ വിഷപ്പുക ശ്വസിച്ച് ഇത്തരത്തിൽ 60ഓളം കുട്ടികൾക്ക് ഇത്തരത്തിൽ ശ്വാസതടസ്സം അതുപോലെ തന്നെ ശാരീരിക അസ്വസ്ഥവും അനുഭവപ്പെടാൻ ഇടയായത്. ഇത് അമ്മയും കുഞ്ഞും എന്ന് പറയുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ആശുപത്രിയിൽ നിന്നുള്ള ജനറേറ്ററിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു അപകടം സംഭവിച്ചതെന്നാണ് ഇതിന് ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. നേരത്തെ 2 വർഷത്തോളം ഈ ആശുപത്രി അടച്ചിട്ട അവസ്ഥയിലായിരുന്നു. വലിയ പ്രതിഷേധവും പ്രക്ഷോഭവും ഒക്കെ നടത്തിയതിനു ശേഷമാണ് ഈ ആശുപത്രി തുറന്നു പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്നാലും ആശുപത്രി തുറന്നു പ്രവർത്തിക്കുമ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണാം ജനറേറ്ററും സ്കൂളും തമ്മിലുള്ള ദൂരം. ഈ ജനറേറ്റർ ഇന്ന് വൈദ്യുതി മുടക്കമായിരുന്നു ഈ പ്രദേശത്ത്. അതുകൊണ്ട് തന്നെ രാവിലെ മുതലേ ജനറേറ്ററിലായിരുന്നു ഈ ആശുപത്രി പ്രവർത്തിച്ചിരുന്നത്. ഏതായാലും ആ സമയത്ത് ഉണ്ടായ വിഷപ്പുകയാണ് ഈ സ്കൂളിലെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഇത്തരത്തിൽ ശാരീരിക അസ്വസ്ഥ ഇടയാക്കാൻ സാഹചര്യം ഇടയായത്. എന്തായാലും ഈ ജനറേറ്ററിന് ഇത്തരത്തിൽ എന്തെങ്കിലും ഈ കൃത്യമായ ഈ എല്ലാ അനുവാദത്തോടു കൂടിയാണോ ജനറേറ്റർ ഉപയോഗിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയം പ്രകടിപ്പിക്കുന്നത്. ഏതായാലും വലിയ പ്രതിഷേധത്തിന് ഒരുങ്ങിയാണ് ഈ പ്രദേശത്ത്. നിരവധി കോൺഗ്രസ് പ്രവർത്തകർ അതുപോലെ തന്നെ നാട്ടുകാർ കാരണം അവിടുത്തെ ആളുകൾ തന്നെ, നാട്ടുകാർ തന്നെ ഇത്തരം ഒരു ആക്ഷേപം ഉന്നയിക്കുന്നുണ്ടല്ലോ ബൈജു. അങ്ങനെ ഇത് ആരുടെയെങ്കിലും ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണോ ഈ ജനറേറ്ററിൽ നിന്നും ഈ വിഷപ്പുക ഉയരാനുള്ള കാരണമായത്? ഈ കുട്ടികളുടെ മറ്റു രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളിൽ ആശ്വാസകരമാണ്. പക്ഷേ ഇത് സ്കൂൾ തൊട്ട് സമീപത്തൊരു സ്കൂളുണ്ട്, അവിടെ ഇതുപോലുള്ളൊരു വീഴ്ച ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. ആരുടെ ഭാഗത്താണ് വീഴ്ച ഉണ്ടായത് എന്നത് സംബന്ധിച്ചുള്ള എന്തെങ്കിലും പരാതികൾ ഉയരുന്നുണ്ടോ?
തീർച്ചയായും ആ രീതിയിലുള്ള പരാതികൾ തന്നെയാണ് ഇവിടെ നിന്നും നാട്ടുകാരും ഒപ്പം വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ഉന്നയിക്കുന്നത്. ഈ ജനറേറ്റർ പ്രവർത്തിക്കുന്നത് മതിയായ രേഖകളില്ലാതെയാണെന്നാണ് ഇവർ പറയുന്നത്. കാരണം ഇനി പുകക്കൂടൽ അത്തരത്തിൽ സംവിധാനങ്ങളൊന്നും ഏർപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു വലിയ തോതിലുള്ള വിഷപ്പുക ഇതിൽ നിന്നും ഉയരാൻ ഇടയായത്. കാരണം നേരത്തെയും ഈ സ്കൂൾ അധികൃതർ ഈ ജനറേറ്ററുമായി ബന്ധപ്പെട്ട പരാതി ഉണ്ടായിരുന്നതാണ് പറയപ്പെടുന്നത്. അതായത് ഈ ഇത്തരത്തിൽ വിഷപ്പുക നേരത്തെയും ഉണ്ടായിരുന്നു. പക്ഷെ അത് വലിയ തോതിലുള്ള ഒരു ഗുരുതര നിലയിലേക്ക് സാഹചര്യങ്ങൾ എത്തിയിരുന്നില്ല. പക്ഷേ ഇന്ന് ഇത് വലിയ ഗുരുതര നിലയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അത് അത്തരത്തിൽ 60ഓളം കുട്ടികളെയാണ് ഇത്തരത്തിൽ അസ്വസ്ഥത അനുഭവപ്പെട്ട് ഇവിടെ ചികിത്സ തേടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം, നിരവധി പേരാണ് ഈ സംഭവ സ്ഥലത്ത് ഇപ്പോൾ തടിച്ചുകൂടുന്നത്. ഇവർ നഗരസഭയിലേക്ക് ഇപ്പോൾ മാർച്ച് ഉൾപ്പെടെ പ്രതിഷേധ പരിപാടികൾ നടത്താനുള്ള ഒരു ഒരുക്കത്തിലും കൂടിയാണ്. എന്തായാലും ഈ പ്രശ്നം ഇപ്പോൾ പരിഹരിക്കപ്പെടുന്നില്ല. ഈ കുട്ടികൾ ഇപ്പോഴും 38ഓളം കുട്ടികൾ ഇപ്പോഴും ഇതേ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലുണ്ട് കേട്ടോ. വ്യക്തമാണ്. KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡാണ് വിഷപ്പുക ശ്വസിച്ച് 50ഓളം വിദ്യാർത്ഥികൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. സ്പോട്ട് ലൈവിനെ പരിശോധിക്കുന്നത് സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ നടന്ന ലഹരിവേട്ടയുമായി ബന്ധപ്പെട്ട കേസാണ്. കോഴിക്കോട് നഗരത്തിലെ റെയിൽവേ സ്റ്റേഷന് പരിസരത്ത് 1 കിലോയോളം MDMA എക്സൈസ് പിടികൂടി. വയനാട് വെള്ളമുണ്ട സ്വദേശി ഇസ്മായിലിനെയാണ് അറസ്റ്റ് ചെയ്തത്. കോഴിക്കോട് എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡും എക്സൈസ് ഇന്റലിജൻസ് വിഭാഗവും സംയുക്തമായാണ് പ്രതിയെ പിടികൂടിയത്. MS അനീഷ് കുമാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അനീഷ്, ഇപ്പോൾ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ നിന്നും തോതിലുള്ള വലിയ അളവിലുള്ള ലഹരി വസ്തുക്കൾ പിടികൂടുന്നുണ്ട്. അതിൽ രാസലഹരിയുടെ വരവാണ് ഏറ്റവും അപകടം സൃഷ്ടിക്കുന്നത്. ഈ സംഭവത്തെ എത്രത്തോളം ഗൗരവത്തോടെയാണ് എക്സൈസ് കാണുന്നത്? പ്രത്യേകിച്ചും കോഴിക്കോട് തന്നെ ഈ സമീപ ദിവസങ്ങളിൽ വിവിധയിടങ്ങളിൽ നിന്നും ലഹരി വേട്ട നടക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ പിടിയിലായ ഈ ഇസ്മായിൽ ഏതെങ്കിലും വലിയ ലഹരി സംഘത്തിലെ കണ്ണിയാണോ? ടോം, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ ആഴ്ചകളായി തന്നെ കോഴിക്കോടിന്റെ വിവിധ മേഖലകളിൽ നിന്നും വലിയ തോതിലുള്ള രാസലഹരി പദാർത്ഥങ്ങളാണ് പിടിച്ചെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും അളവ് കൂടിയതാണ് ഇന്ന് രാവിലെ പിടികൂടിയതെന്ന് നമുക്ക് പറയാം. കാരണം 1 കിലോ MDMA ആണ് പിടിച്ചെടുത്തിരിക്കുന്നത്. സാധാരണഗതിയിൽ 5 ഗ്രാം, 10 ഗ്രാം, 15 ഗ്രാം ഒക്കെയാണ് ഈ റെയ്ഡിൽ പിടിച്ചെടുക്കുന്നത്. പക്ഷേ 1 കിലോഗ്രാമാണ് ഇന്ന് രാവിലെ വെള്ളമുണ്ട സ്വദേശിയായ യുവാവിൽ നിന്നും പിടിച്ചെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇത്തരത്തിൽ ഈ ഇസ്മയിൽ എന്ന യുവാവ് ലഹരി കടത്ത് നടത്തി വരുന്നു എന്ന വിവരം എക്സൈസിന് ലഭിച്ചിരുന്നു. പക്ഷേ പല രീതിയിലും ഇയാളെ പിടികൂടാൻ ശ്രമിച്ചിട്ടും നടന്നിരുന്നില്ല. ഏറ്റവും ഒടുവിലാണ് ഇന്ന് മംഗള എക്സ്പ്രസിൽ ഡൽഹിയിൽ നിന്നും രാവിലെ കോഴിക്കോട്ടേക്ക് വന്നിറങ്ങുകയും ആ സമയത്ത് ഉദ്യോഗസ്ഥർ വാഹന പരിശോധന നടത്തുകയും ഈ ബാഗിൽ നിന്നും ഈ ലഹരി വസ്തുക്കൾ പിടിച്ചെടുക്കുകയും പ്രത്യേകിച്ച് MDMA പിടിച്ചെടുക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതാണ്ട് 4 ലക്ഷം രൂപയ്ക്ക് ഡൽഹിയിൽ നിന്നും വാങ്ങുന്ന MDMA ആണ് കോഴിക്കോട്ട് കൊണ്ടുവന്ന് കച്ചവടം നടത്തിയിരുന്നതെന്ന് ഇയാൾ എക്സൈസ് ഉദ്യോഗസ്ഥരോട് ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഒരു ആഫ്രിക്കൻ സ്വദേശിയിൽ നിന്നാണ് ഡൽഹിയിൽ നിന്ന് ഇത് വാങ്ങിയിരുന്നത്. കോഴിക്കോട് എത്തിയ ശേഷം വടകര, കൊയിലാണ്ടി പോലുള്ള ഇടങ്ങളിൽ യുവജനങ്ങളെ കേന്ദ്രീകരിച്ചാണ് വിൽപ്പന നടത്തിയിരുന്നത് എന്നും പറയുന്നു. ഏതാണ്ട് വലിയ ലാഭം. കാരണം 4 ലക്ഷം രൂപയ്ക്ക് ഡൽഹിയിൽ നിന്നും വാങ്ങുന്ന MDMA കോഴിക്കോട്ടേക്ക് എത്തിക്കുമ്പോൾ 50 ലക്ഷത്തിലധികം രൂപയാണ് ലാഭമായി മാത്രം ഇയാൾക്ക് ലഭിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ഇയാൾ തനിച്ചാണോ ഇത്തരമൊരു കൃത്യം നടത്തിയത്, അതോ ഈ ഇത്തരത്തിൽ രാസലഹരി പദാർത്ഥങ്ങൾ എത്തിക്കുന്ന കോഴിക്കോട്ടേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്ന, ഇവിടെ വിൽപ്പനയ്ക്കടക്കം സഹായിക്കുന്ന മറ്റ് ആളുകളുണ്ടോ എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ അന്വേഷണം എക്സൈസ് നടത്തും. കാരണം 1 കിലോഗ്രാം MDMA വിറ്റഴിക്കണമെങ്കിൽ ഈ 1-2 ഗ്രാമൊക്കെ ഉള്ള രൂപമാക്കി മാറ്റുകയാണ് പിന്നീട് ചെയ്യുന്നത്. ഇത്തരത്തിൽ ആയിരക്കണക്കിന് പാക്കറ്റുകൾ, 100 കണക്കിന് പാക്കറ്റുകളിലേക്കും അല്ലെങ്കിൽ ചെറിയ പ്ലാസ്റ്റിക് കവറുകളിലേക്കും ഒക്കെ മാറ്റേണ്ടി വരും. ഇത് ഇയാൾ തനിച്ചാണോ കച്ചവടം നടത്തുന്നതെന്നടക്കമുള്ള കാര്യങ്ങൾ, ഇതിനൊരു വിപുലമായ വിതരണ ശൃംഖലയുണ്ടോ എന്നൊക്കെ എക്സൈസ് അന്വേഷിച്ചു വരികയാണ്. കാരണം ഇത് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ അനീഷ്? ഇത് കോഴിക്കോട് ജില്ലയിലേക്ക്, കോഴിക്കോട് നഗരത്തിലേക്ക് മാത്രം കൊണ്ടുവന്ന MDMA ആണോ ഈ പ്രതിയിൽ നിന്നും പിടിച്ചെടുത്തത്?
നിലവിൽ പിടിച്ചെടുത്തത് അങ്ങനെയെന്നാണ് ഈ പ്രതി നൽകുന്ന വിവരം. നമുക്കറിയാം ഇത് വലിയ പരിശീലനം സിദ്ധിച്ചവരൊക്കെയാണ്. കാരണം അവർ പരസ്പരം ബന്ധിക്കപ്പെടാത്ത കണ്ണുകളാണ് പലപ്പോഴും ഈ മയക്കുമരുന്ന് കച്ചവടത്തിലുള്ളത്. വാങ്ങുന്ന ഉറവിടം ഏതെങ്കിലും ഒരു ഉറവിടം പറയുന്നു, പിന്നീട് താൻ നൽകാൻ പോകുന്ന ഏതെങ്കിലും ഒരു ഉറവിടം പറയുന്നു. പക്ഷേ ഒരു വിപുലമായ ശൃംഖലയിലേക്ക് കണ്ണി ചേർക്കാൻ പറ്റുന്ന രീതിയിലുള്ള മറുപടികൾ ഇവരുടെ ഭാഗത്തുനിന്നും പലപ്പോഴും ഉണ്ടാവുന്നില്ല. ഈ ഡിജിറ്റൽ സാമഗ്രികൾ പോലും പലപ്പോഴും ഇവർ ഉപയോഗിക്കുന്നുണ്ടാവില്ല. കാരണം വാട്സാപ്പ് വഴിയോ അല്ലെങ്കിൽ മൊബൈൽ കോളുകൾ വഴിയോ പരസ്പരം ബന്ധപ്പെടാത്ത രീതിയിലൊക്കെ ഉള്ള മാർഗങ്ങളാണ് ഇപ്പോൾ അവലംബിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരാളെ പിടികൂടിയാൽ മറ്റു കണ്ണികളിലേക്ക് എളുപ്പത്തിൽ ചെല്ലാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഈ കേസുകളിൽ ഏറ്റവും വലിയ തിരിച്ചടിയായി മാറുന്നതും. മറ്റൊന്ന്, പലപ്പോഴും ഈ കണ്ണികൾക്ക് പരസ്പരം അറിയാൻ കഴിയുന്നില്ല എന്നുള്ളതും. ഈ ഡൽഹിയിൽ നിന്നും ഈ സാമഗ്രി ശേഖരിക്കാൻ ഒരാൾ, അത് ഈ യുവാവിന് കൈമാറാൻ ഒരാൾ, യുവാവ് കേരളത്തിലേക്ക് എത്തിക്കുമ്പോൾ അത് ഏറ്റുവാങ്ങാൻ ഒരാൾ, അവിടെ നിന്നും വിതരണത്തിനായി പോകുന്ന മറ്റ് ആളുകൾ, അങ്ങനെ പല തട്ടിലാണ് കാര്യങ്ങളുള്ളത്. പക്ഷേ ഈ തട്ടുകളിലുള്ളവർക്ക് പലപ്പോഴും പരസ്പരം അറിയാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യവുമുണ്ട്. എന്തായാലും ഈ യുവാവിന്റെ സാമ്പത്തിക ചുറ്റുപാടുകൾ, അടുത്തിടെ നടത്തിയ പണ ഇടപാടുകൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വളരെ വിശദമായി തന്നെ അന്വേഷിക്കാനാണ് എക്സൈസ് ഒരുങ്ങുന്നത്. വിപുലമായ റാക്കറ്റ് ഉണ്ടെങ്കിൽ ആ റാക്കറ്റിലേക്ക് കൂടി അന്വേഷണം കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നു. എന്തായാലും അടുത്തിടെ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട എക്സൈസിന്റെ ഓപ്പറേഷനുകൾ ഒന്നാണ് ഇന്ന് നടന്നത്. നമുക്ക് അറിയാം, കഴിഞ്ഞ ദിവസം തന്നെ വെള്ളയിൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇത്തരത്തിൽ ലഹരി പിടികൂടുന്ന സാഹചര്യമുണ്ടായിരുന്നു. വനിത അടക്കമുള്ളവരെ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമുണ്ടായി. തൃശൂർ അടക്കമുള്ള ഇടങ്ങളിൽ നിന്നും മെത്താമെറ്റഫിൻ പിടികൂടുന്ന സാഹചര്യം. അങ്ങനെ സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും വലിയ തോതിൽ ഈ ലഹരി വേട്ട ഊർജിതമായി തന്നെ നടക്കുകയാണ്. മുൻകാലങ്ങളിലൊക്കെ ചെറിയ അളവിലാണെങ്കിൽ ഈ ലഹരി പദാർത്ഥങ്ങൾ പിടികൂടിയാൽ ജാമ്യം നൽകുന്ന അടക്കമുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടി കർശനമായി കേസ് നടത്തിപ്പിന്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നാണ് എക്സൈസ് പറയുന്നത്. അതുകൊണ്ട് പിടിയിലാവുന്ന ആളുകൾ ഏറിയ പങ്കും കഞ്ചാവ് ഒഴിച്ചുള്ള കാര്യങ്ങൾ, ഈ കഞ്ചാവ് ഏതാണ്ട് 1 കിലോഗ്രാമിൽ താഴേക്ക് ആണെങ്കിൽ ജാമ്യം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അധിക ദിവസം ജയിലിൽ കിടക്കേണ്ട സാഹചര്യം വരില്ല. പക്ഷേ രാസലഹരി പദാർത്ഥങ്ങൾ കൃത്യമായ പരിശോധനകൾ നടത്തി ലാബുകളിലും മറ്റുമൊക്കെ അതിനുള്ള ക്രമീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നതിനാൽ കൂടുതൽ നാളുകളിലേക്ക് ജയിലിലടയ്ക്കാൻ കഴിയുന്നു എന്നാണ് എക്സൈസ് പറയുന്നത്. ഒപ്പം ഈ കൺവിക്ഷൻ റേറ്റ്, അതായത് ഈ ഇത്തരം കുറ്റകൃത്യങ്ങളിൽ പ്രതികളായി കോടതികളിലും മറ്റും കൊടുക്കുന്ന ആളുകളുടെ ഈ ശിക്ഷയുടെ അളവും വർദ്ധിച്ചിട്ടുണ്ട്. അതായത് ശതമാനക്കണക്ക് കൂടുതൽ. നേരത്തെ 10 പേർ നൽകുമ്പോൾ ഒരാളോ 2 പേരോ ആണ് ശിക്ഷിക്കപ്പെടുന്നതെങ്കിൽ ഇന്ന് 8 or 9 പേര് വരെ ശിക്ഷിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട് എന്നാണ് എക്സൈസ് പറയുന്നത്. അതുകൊണ്ട് വലിയൊരു കുരിശുയുദ്ധം തന്നെ ഈ ലഹരിക്കെതിരെ നടത്തുന്നു എന്നാണ് അവർ പറയുന്നത്. പക്ഷേ നമുക്കറിയാം, പിടിയിലാവുന്നതിന്റെ 5 or 10 ഇരട്ടിയാവും ഒരുപക്ഷെ കേരളത്തിലേക്കും മറ്റിടങ്ങളിലേക്കും. എക്സൈസും പോലീസും സംസ്ഥാന വ്യാപകമായി ലഹരി വേട്ട നടത്തുന്നുണ്ട്. കോഴിക്കോടിന് പുറമെ അങ്കമാലിയിലും കഞ്ചാവും MDMA-യുമായി യുവാവിനെ പിടികൂടിയിരുന്നു. 133 ഗ്രാം MDMA-യുമായി കലൂർ സ്വദേശി സഹൽ കരീമാണ് എക്സൈസിന്റെ പിടിയിലായത്. ബംഗളൂരുവിൽ നിന്നും കൊച്ചിയിലേക്ക് വന്ന ബസ്സിലാണ് MDMA കടത്തിയത്. പ്രധാനമായും പിന്തുടർന്നിരുന്ന രീതിയാണ് ഈ ദീർഘദൂര ബസ്സുകളിൽ, പ്രത്യേകിച്ച് അന്തർ സംസ്ഥാന ബസ്സുകളിലുള്ള ലഹരിക്കടത്ത്. അതിനുശേഷം ഈ ബസ്സുകളിൽ പരിശോധന ശക്തമാക്കുകയും പിന്നീട് അവർ സ്വകാര്യ വാഹനങ്ങളിലേക്ക് മാറുകയൊക്കെ ചെയ്യുകയുണ്ടായി. വീണ്ടും ഈ ദീർഘദൂര ബസ്സുകൾ, അന്തർ സംസ്ഥാന ബസ്സുകൾ ഉപയോഗിച്ചുള്ള ബസ്സുകളിൽ വഴിയുള്ള ലഹരിക്കടത്ത് വീണ്ടും സജീവമാവുകയാണോ? ഈ ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് അങ്കമാലിയിലും ആലുവയിലും ഒക്കെ എക്സൈസും പോലീസിന്റെ ഭാഗത്ത് വലിയ രീതിയിലുള്ള ഒരു പരിശോധന ഉണ്ടായിരുന്നു. അത് പ്രധാനമായും സ്വകാര്യ വാഹനങ്ങൾ കേന്ദ്രീകരിച്ചും ദീർഘദൂര ബസ്സുകൾ കേന്ദ്രീകരിച്ചുമുള്ള ഒരു അന്വേഷണമായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അങ്കമാലി ആലുവ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നത്. ഇതിൽ പലപ്പോഴും പോലീസിന് ഒരു രഹസ്യ വിവരം ലഭിക്കും. ഇതിനെ തുടർന്ന് നടത്തുന്ന പരിശോധനയിലാണ് ഇത്തരത്തിൽ MDMA ഉൾപ്പെടെയുള്ള മാരകമായിട്ടുള്ള ലഹരി വസ്തുക്കൾ പിടികൂടുന്നത്. ഇന്ന് രാവിലെ നടത്തിയ പരിശോധനയിൽ, അതായത് ബംഗളൂരുവിൽ നിന്നും കൊച്ചിയിലേക്ക് വന്ന ദീർഘദൂര ബസ്, ഈ ബസ്സിൽ നടത്തിയ പരിശോധനയിലാണ് കലൂർ സ്വദേശിയായ സഹൽ കരീം പിടിയിലാകുന്നത്. സഹലിന്റെ കയ്യിൽ നിന്നും 133 ഗ്രാം MDMA ആണ് എക്സൈസ് പിടിച്ചെടുത്തത്. ഇത് സ്ഥിരമായി ഇയാൾ ലഹരി വിൽപ്പന നടത്തുന്ന ഒരാളാണെന്നും എക്സൈസ് വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രധാനമായും കോളേജും സ്കൂളും കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥികളിലും
യുവാക്കളിലും യുവതികളിലുമാണ് ഇവർ പ്രധാനമായും ലഹരി വിൽക്കുന്നത്. ഈ ലഹരി വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ട് ഒരു ആഡംബര ജീവിതം അതാണ് ഇവർ ലക്ഷ്യമിടുന്നത്. അതോടൊപ്പം ഇവർക്ക് സ്വയം ഈ ലഹരി ഉപയോഗിക്കുകയും അതിന്റെ ഒരു ഉത്തേജനമൊക്കെ ഇവർക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ സ്ഥിരമായി ബംഗളൂരുവിൽ നിന്നും ലഹരി എത്തിക്കുന്ന സംഘങ്ങളിലെ ആളുകളാണ് ഇപ്പോൾ പിടിയിലായിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തിയ പരിശോധനയിൽ പിടിയിലാകുന്നതും ഏകദേശം ഒരു 20-നും 30-നും ഇടയിൽ വയസ്സുള്ള യുവാക്കളും യുവതികളുമാണ്. ഇവർക്കിടയിൽ തന്നെ, അതായത് ഇവരെയാണ് പ്രധാനമായും കേന്ദ്രീകരിക്കുന്നത്. ഇതിലെ ഒരു കണ്ണിയായി ഇവർ കണ്ടെത്തുന്നതും യുവാക്കളെയും യുവതികളെയുമാണ്. ഇവർ നാട്ടിലേക്ക്, അതായത് കൊച്ചിയിലേക്ക് വരികയും ബംഗളൂരുവിലേക്ക് വിവിധ ആവശ്യങ്ങൾ, ചില ജോലിയുടെ ആവശ്യമെന്ന് ഓണം അങ്ങോട്ടേക്ക് പോകുന്നതായിരിക്കും. തിരിച്ചു വരുമ്പോഴായിരിക്കും അവിടുത്തെ ഏജന്റിൽ നിന്നും ഇവർ ഇത്തരത്തിലുള്ള MDMA ഉൾപ്പെടെയുള്ള മാരക ലഹരി വസ്തുക്കൾ വാങ്ങുന്നത്. അതിനുശേഷം കൊച്ചിയിലെത്തി ഇവരുടെ സ്ഥിരം ഇവർ വിൽക്കുന്ന ആളുകൾക്ക് കൈമാറുകയും ചെയ്യും. ഇവരിൽ നിന്നും ഉയർന്ന തുകയാണ് പിടികൂടുന്നത്. ഇങ്ങനെ അടുത്ത നാളുകളായി നമുക്കറിയാം ഈ അടുത്തിടയ്ക്ക് ഏറി വരുന്നുണ്ട് ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ലഹരി പിടികൂടുന്നതൊക്കെ എക്സൈസും പോലീസും ഒക്കെ കടുപ്പിച്ചിട്ടുണ്ട്. എന്നാലും കർശനമായിട്ടുള്ള പരിശോധനയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. നവമി ദിനേശാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. സംസ്ഥാന വ്യാപകമായി ഇപ്പോൾ ലഹരിക്കടത്ത് സംഘങ്ങൾ സജീവമായിട്ടുണ്ട്. ഇവരെ പിടികൂടാൻ പോലീസും എക്സൈസും നടപടികളും ഊർജിതമാക്കിയിരിക്കുകയാണ്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.